അസ്സലാമലൈക്കും വറഹ്മത്തുള്ള. ഒന്നാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷ, അതിലെ രണ്ടാം ഭാഗത്തിൽ നിന്നാണ് പരീക്ഷ ഉണ്ടാകുക. നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ പാഠം റബ്ബി എന്ന പാട്ടാണ്. റബ്ബി റബ്ബി റഹ്മാനുൻ, റബ്ബി റബ്ബി ഹന്നാനുൻ, റബ്ബി റബ്ബി മന്നാനുൻ, റബ്ബി റബ്ബി ദയ്യാനുൻ. റഹ്മാനുൻ, ഹന്നാനുൻ, മന്നാനുൻ, ദയ്യാനുൻ എന്നീ പേരുകൾ അള്ളാഹുവിൻ്റെ പേരുകളാണ് പറഞ്ഞത്. ഇനി അടുത്ത പാഠം, രണ്ടാമത്തെ പാഠം ലൗഉൻ. ലൗഉൻ എന്ന പാഠം, അതിൽ ളാദ് പഠിക്കാനാണ്. ലൗഅ്, ലർബൻ, ലുറൂബൻ, ഖളിറൻ, ഖുൽറൻ, റബ്ലൻ, അർലൻ, ലാ, ലൂ, ലീ, ലൻ, നുള്, ലാദ്, ലാദ്. അപ്പോൾ ലാദ്, ഇത് ലാദാണല്ലോ. ലാദ് എങ്ങനെ പറയണ്ട? നാവിൻ്റെ അരിവിന്മേൽ അണപ്പല്ലുകൾക്ക് മീതെ ചേർത്ത് പറയേണ്ടത്. നാവിൻ്റെ അരിവിനെ മേൽ അണപ്പല്ലുകളിൽ, നാവിൻ്റെ അരിവിനെ മേലെ അണപ്പല്ലുകളിൽ ചേർത്ത് പറഞ്ഞോളൂ. അവിടെ നാവിൻ്റെ അരികിനെ മേലെ അണപ്പല്ലുകളിൽ ചേർത്ത് പറയണം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം. ഇനി ഒരു ലാ വരാനുണ്ട്, അപ്പോൾ അത് തെറ്റിപ്പോകരുത്. ഇനി അടുത്ത പേജിലാണ് യഖ്റ വായിക്കുക. ഖളിറൻ, ലർബൻ, അർലൻ, റിബുലൻ, അലുറു, ലബ്ബൻ. പിന്നെ ഇനി നക്തശിബ് ലാദ് മിനൽ ഖുർആൻ. അവിടെ ഖുർആനിൽ നിന്ന് ലാദ് കണ്ടെത്താൻ. റാദിയത്തം മർദിയ, അവിടെ രണ്ട് ലാദില്ലേ. വൈനബം വ ഖൽബ, അവിടെ ഒരു ലാദുണ്ട്. അർലഹും അലൽ മലായിക്ക, വാഖ്ബല ബഅലുഹും, അപ്പോൾ അതിലൊക്കെ ലാദിനെ കണ്ടെത്തണം. പിന്നെ നമുക്ക് എന്ത് ചെയ്യുക? ലാഇന് വട്ടം വരക്കാനാണ്. മരീലൻ, ബസ്വലൻ, ലിറുസൻ, ഫാദുലൻ, അവിടെ ഏതൊരു ലാദിന് എന്ത് ചെയ്യുക? കണ്ടുപിടിച്ച് വട്ടം വരക്കണം. ഇനി അതുപോലെ തന്നെ ഇനി എന്ത് ചെയ്യുക? നുറക്കിബു, ലൂരിബാത്ത്, അത് നമ്മൾ കൂട്ടി എഴുതണം. തഹ്ലുറു, അതും കൂട്ടി എഴുതണം. അപ്പോൾ ഈ കൂട്ടി എഴുത്തൊക്കെ പരീക്ഷയ്ക്ക് വരും. പിന്നെ നക്തുബു എഴുതാൻ ലുറൂബൻ, ഹാലിറൻ, തളിരിബു, അർലൻ. ഖുർആനിൽ നോദ ഹുൽറൻ, അഹ്ലറത്ത്, ലുരിബത്ത്, ഹാലിരി. ലുരിബത്ത് എഴുതാൻ നേരത്ത് കണ്ട ലൂരി, ലാദ്, ലാദിലേക്ക് റാവ് ചേർത്ത് എഴുതും. പിന്നെ ബാ ചേർത്ത് എഴുതൂലല്ലോ, ബാവും താവും കൂടി കൂട്ടി എഴുതും. അപ്പോൾ ലുരിബത്ത്. തഹ്ലുറൂല് 4 കൂട്ടി എഴുതാം. തഹ്ലുറു. അപ്പോൾ ഹായിൻ്റെ വ്യത്യാസം ആ വാലുണ്ടാകൂല. ലാദ് താഴോട്ടും എന്ത് ചെയ്യില്ല, ലാദിൻ്റെ ഇവിടെ താഴോട്ടുള്ള നീട്ടിലുണ്ടാവില്ല. അങ്ങനെ കൂട്ടി എഴുതാം. ഇനി അടുത്ത പാഠം ഖുലാർ. ഖുലാർ എന്ന് വെച്ചാൽ പച്ചക്കറി. ലൗവിൻ്റെ അർത്ഥം നമുക്കറിയാമല്ലോ. ലൗ എന്ന് വെച്ചാൽ എന്താ? പ്രകാശം, ലൈറ്റ് എന്നൊക്കെ അർത്ഥം. ഇനി അടുത്ത പാഠമാണ് ഇത് ഖുലാർ. ഖുലാറിൻ്റെ പച്ചക്കറി എന്നാ. അലാ, അവിടെ ലാ നീട്ടി പഠിക്കാനാണ്. നേരത്തെ ലാ ലൂ ഒക്കെ പഠിച്ചത്. ഇവിടെ ഞാൻ ലാ നീട്ടി, അലിഫിട്ട് നീട്ടിയേക്കണുണ്ട്. ലാ, ഹുലൂറൻ, ലൂ, തുലീഉ, ലീ, അർലൻ, ലൻ എന്ന് തൻവീൻ, ഫത്ത് തൻവീൻ, അർലൻ, ലമ്മു തൻവീൻ, അർലിൻ, കസ്ര തൻവീൻ. പിന്നെ ഹല്ല ഷദ് ഇട്ടിട്ട് തഹുല്ലു, ഹുല്ലീറ, ലാ, ലൂ, ലീ. ഇനി നക്ര വായിക്കാം. ലാ, ലൂ, ലീ, ഹല്ലറ, ഹുല്ലീറ, തഹ്ലീറൻ. ഇനി ലാ എന്ത് എഴുതി പഠിക്കാം, മുകളിലൂടെ എഴുതി പഠിക്കാൻ. നക്തുബു താഴോട്ട് എഴുതാം. ലാ, ലൂ, ലീ, ലൻ, ലൊൻ, ലിൻ. അലാഅത്ത്. ഇനി ഖുർആനിൽ നിന്ന് വായിക്കാം. അലാഅത്ത്, ഖാലു, റളീതു, അർലൻ. അപ്പോൾ നമ്മൾ ഈ 2 പാഠത്തിലായിട്ട് ലാദിൻ്റെ രൂപങ്ങൾ പഠിച്ചു. ലാ, ലൂലി, ലാ, ലൂലി, ലൻ, ലൊൻ, ലിൻ, ല, ലു, ലി, ആ രൂപങ്ങൾ പഠിച്ചു. ഇനി അടുത്തത് ത്വാഇൻ്റെ പാഠം. ത്വഷ്ത്, ത്വാ പഠിക്കാൻ. ത്വഷ്ത്. ത്വർദൻ, തുഅമൻ, ത്വിഫ്ലൻ, സത്തുറൻ, ത്വാഇറൻ, സുതൂറൻ, ത്വീബൻ. ആ ചുവന്ന മഷിയിൽ എഴുതിയ ത്വാ, തൂ, ത്വീ, ത്വൻ, ബത്ത്. പിന്നെ ത്വാ നീട്ടാനും. ത്വാ, തൂ, ത്വീ, ത്വാ എന്ന് പറയാം. ത്വാ അല്ലേ, ത്വാ എന്ന് പറയും. അപ്പോൾ ത്വാ പറയുമ്പോൾ എങ്ങനെ പറയാ? നാവിൻ്റെ തല മേലെ മുൻപല്ലിൻ്റെ മുരടിൽ വെച്ച് പറയണം. അത് കാറ്റില്ലാതെ വായ നിറച്ച് നല്ലൊരു ത്വാ പറഞ്ഞോളൂ. നാവിൻ തല മേൽ മുൻപല്ലിൻ്റെ മുരടിൽ വെച്ച് പറഞ്ഞോളൂ.
കാറ്റില്ലാതെ വായ നിറച്ച് നല്ലൊരു ത്വാ പറഞ്ഞോളൂ. അപ്പോൾ ത്വാ മനസ്സിലായി. ഇനി അവിടെ നെക്റ് വായിക്കാം. ത്വൻ സത്തുറൻ ത്വാബ ഖതീബൻ ഇബ്തൻ ഖുതൂത്വൻ. പിന്നെ ത്വായിന് വട്ടം വരക്കുക. ത്വൈറൻ എന്നതിൽ ത്വാ, നസുറൻ എന്നതിൽ ത്വാ ഇല്ല, ഖൈത്വൻ എന്നതിൽ ത്വാ അവസാനം, സൊബ്രനിലില്ല, ത്വിഫുലൻ എന്നതിലുണ്ട്. ഇനി എഴുതാനാ ത്വാ എഴുതാം. ഇനി നക്തശിബ് ത്വാ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് ത്വാ കണ്ടെത്താനാണ്. ഹത്വബൻ തുമീസത്ത് റത്തുബിൻ മുഹീത്വൻ, അതിലൊക്കെ എവിടേക്കാണ് ആ ത്വാ എന്ന് കണ്ടെത്തുക. ത്വാ എഴുതി പഠിക്കണം. ഖുർആനിൽ നിന്ന് എന്ത് ചെയ്യുക? ഓതാ. ഖിത്വാബൻ അസാതീറു റാബിതു ബാതുഷൻ ഖിത്വൻ സഖിത്വ. പിന്നെ ത്വായിൻ്റെ പാഠം. ഇനി ഷദ്ദിട്ടുള്ള ത്വായിൻ്റെ. ബിത്തീഖൻ കുമ്മട്ടി, വത്തക്ക എന്നൊക്കെ പറയും, തണ്ണിമത്തൻ എന്നൊക്കെ പറയും അല്ലേ. ബിത്തീഖൻ. ഖത്വൻ ഖത്വൻ ഖത്തിൻ ഖത്വാബൻ ഖത്തു ബിത്തീഖൻ. അപ്പോൾ ത്വായിന് ഷദ്ദിട്ടിട്ട് ഫത്ത് തൻവീൻ, ലൊമ്മ തൻവീൻ, കസ്ര തൻവീൻ. പിന്നെ ഷദ്ദിട്ട് നീട്ടി. ത്വാ ത്വാ തൂ തൂ ത്വീ ത്വീ അത്വ ഖത്തു ഹുത്തി. ഇനി നക്റ് വായിക്കുക. ത്വാബ ത്വീബൻ തൂസൻ ഹുത്ത ഖത്തിൻ ബത്വൻ. ഇനി താഴോട്ട് ഇബ്തൻ ഖൈത്വൻ ഖത്തിൻ ഖിത്വാബൻ, അത് താഴോട്ട് എഴുതി പഠിക്കുക. പിന്നെ ഖുർആനിൽ നിന്ന് ത്വാ വന്നത്. ഹബിത്വത് ഹബിത്വത് ബിബാസിത്തിൻ അസ്ബാത്വ തൂബ ശത്തുറ അസാത്തീറു. അപ്പോൾ ത്വാഇൻ്റെ വിധി ത്വാ തൂ ത്വീ ത്വാ തൂ ത്വീ ത്വൻ ത്വൻ ത്വീൻ. പിന്നെ ത്വാ തു ത്വയ്. ഇനി ഷദ്ദിട്ടും നീട്ടുക. അപ്പോൾ ത്വാഇൻ്റെയും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ത്വാദ് പഠിച്ചു, ത്വാ പഠിച്ചു. ഇനി അതിന് ശേഷമുള്ള നാലാമത്തെ പാഠമാണ് ഒരു പാട്ടാണ്. ഈ പാട്ടൊക്കെ ഏതിലാണ് വരാം? അത് നമുക്ക് ദുറൂസായിട്ട് പരീക്ഷയില്ല, അതിൽ വരും. അസ്വലാ, നിസ്കാരത്തെ പറ്റി. നിത്യമഞ്ചു നേരമുണ്ട് ഫർള് നിസ്കാരം, നിത്യമായും കൃത്യമായും വേണം നിസ്കാരം. ഉച്ചതിരിഞ്ഞാണ് ളുഹർ എന്ന നിസ്കാരം, വൈകുന്നേരമാണ് അസുർ എന്ന നിസ്കാരം. സന്ധ്യ നേരത്താണ് മഗ്രിബ് എന്ന നിസ്കാരം, രാത്രി നേരത്താണ് ഇശ എന്ന നിസ്കാരം. പുലരി വരും നേരത്താണ് സുബ്ഹ നിസ്കാരം, പതിവ് തെറ്റിടാതെ വേണം 5 നിസ്കാരം. അപ്പോൾ ഇങ്ങനെ ചോദിക്കും, ഉച്ചക്കുള്ള നിസ്കാരം ഏതാണ്, വൈകുന്നേരം സന്ധ്യക്കുള്ള നിസ്കാരം ഏതാണെന്നൊക്കെ ചോദ്യം ആ പാട്ടിൽ നിന്ന് വരും. പിന്നെ നഖ്റവ് വായിക്കാം. കണ്ട ഥ ദ ള ബ ഫ ഫ. ഛ വെച്ച് അതിഥി, ധ വെച്ച് ബുധൻ, ള വെച്ച് താളി, ഭ വെച്ച് സഭ, ഫ വെച്ച് ഫലം. അപ്പോൾ ഇത് വരുന്നത് എന്ത് ചെയ്യുക? ചിലപ്പോൾ വായിപ്പിക്കാൻ വരും, തഫീമുൽ ഖിറായിൽ വായിപ്പിക്കാൻ വരും, അപ്പോൾ തന്നെ എഴുതിപ്പിക്കാനൊക്കെ വരും. അപ്പോൾ ഇതിലൊക്കെ മാർക്ക് നഷ്ടപ്പെട്ടു പോകണം. അപ്പോൾ ഇത് നല്ലപോലെ പഠിച്ചു വെക്കണം. ഇനി നസിലു വനഖ്റവ് കൂട്ടി വായിക്കാൻ. നിസ്കാരം നിത്യം വേണം, നിസ്കാരം കൃത്യമായി ചെയ്യണം, നിസ്കാരം 5 നേരം ചെല്ലണം, നിസ്കാരം ഫർളാണ്. ളുഹർ എപ്പോഴാണ്, അസുർ എപ്പോഴാണ്, മഗ്രിബ് എപ്പോഴാണ്, ഇശ എപ്പോഴാണ്, സുബ്ഹ് എപ്പോഴാണ്, സന്ധ്യക്ക്, രാത്രി, പുലരിക്ക്, ഉച്ചതിരിഞ്ഞ്, വൈകുന്നേരം. അപ്പോൾ നമ്മൾ ചേരുമ്പടിയായിട്ടത് ചെയ്യണം. ഇനി അടുത്ത പാഠം ലൊർഫ്, ലോ പഠിക്കാനാണ്. ലൊർഫ് ലൊബിയൻ ലുഹ്റൻ ലിബാൻ ഹൽറൻ ഹൽറൻ ലഹ്ലൻ ലഹ്ലൻ ലഹ്ലിൻ ലു ലി ലൻ തല് ലാ എ ലാ എ. അപ്പോൾ ലാ പറയേണ്ട എവിടുന്നാ? ലാ, നാവിൻ തല മേൽ മുൻപല്ലിൻ്റെ താഴെ തലയിൽ ചേർത്താട്ടെ. നാവിൻ്റെ തല മേലെ മുൻപല്ലിൻ്റെ താഴെ തലയിൽ ചേർക്കണം. എന്നിട്ട് വായക്കുള്ളു നിറഞ്ഞു കളിക്കും നല്ലൊരു ലാ പറഞ്ഞാട്ടെ. ലോ എന്ന് പറയാം അല്ലേ. നാവിൻ തല മേൽ മുൻപല്ലിൻ്റെ താഴെ തലയിൽ ചേർത്താട്ടെ, വായക്കുള്ളു നിറഞ്ഞു കളിക്കും നല്ലൊരു ലാ പറഞ്ഞാട്ടെ. അപ്പോൾ ലോ എന്നായിട്ട് കനപ്പിച്ച് എന്ത് ചെയ്യുക? വായക്കുള്ള നിറച്ച് പറയാം. അപ്പോൾ ലാഇൻ്റെ ഇനി അടുത്തത് എന്ത് ചെയ്യുക? ലാ വായിക്കാനോ. ലാലു ലി ഹവ്. നക്തുബുൽ അസ്മാൽ മുനാസബത്ത തഹത്ത സൂറത്ത്. 4 ചിത്രം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ താഴെ അവളുടെ പേര് എഴുതുക. കണ്ട, കവറിൻ്റെ ഫോട്ടോ, ബിത്തീഖിൻ്റെ ഫോട്ടോ, ഹുലാറ്, പിന്നെ സ്വാബൂൻ സോപ്പ്. കഴിഞ്ഞ പാഠത്തിലാണ്.
സ്വാബ് എന്ന് കഴിഞ്ഞ ഒന്നാം ഭാഗത്തിലല്ലേ സ്വാദ് പഠിച്ചത്. ബാക്കിയൊക്കെ നമ്മളിപ്പോൾ ഈ മൂന്നെണ്ണം ഇപ്പോൾ പഠിച്ചല്ലേ ഉള്ളൂ. എന്താ എന്ന് കണ്ട കവറിൻ്റെ കണ്ട ലോറഫ് പഠിച്ചില്ലേ, ലോറഫ് കവർ. വിത്തീഹ്, വിത്തീഹ് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ. വിത്തീഹ് എന്തായിരുന്നു? കണ്ട കുമ്മട്ടി. പിന്നെ ഹുലാർ, ഹുലാറിൻ്റെ പച്ചക്കറി ഉണ്ടോ, ഹുലാർ. ഇനി അതിനുശേഷം നക്തുബു ലാ ലൂ ലി ലോൻ ഹൽ നക്തശിഫു ലാ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് ലാ കണ്ടെത്താം. ഫീലു ലലിം മിനൽ ഖമാം വനുദ്ഖിലുഹും ളില്ലൻ ളലീല. അവിടെ മൊത്തത്തിൽ 3 ലാലില്ലേ. ഫീലു ലലിം ലൂ വനുദ്ഖിലുഹും ളില്ലൻ ളലീല, 2 ലാ. ഇനി അടുത്തത് ലാഇൻ്റെ തന്നെയാണ്. നല്ലാറ കണ്ണട. ലാഹിറൻ ഹുലൂലൻ നദീറൻ ഫല്ലൻ ഫല്ലൻ ഫല്ലിൻ ലോ ലൂ ലി ലൻ ലൻ ലിൻ. വാക്ക് ശബ്ദിട്ടിട്ട് പിന്നെ നീട്ടാൻ ലാ ലൂ ലി. കണ്ടോ? നഖ്റൗ ഹല്ലൻ ഹല്ലൻ ഹല്ലിൻ. നക്തുബ് കലിമത്ത ബിൽ ഹുറൂഫിൽ ആത്തിയ. താഴെ പറയുന്ന അക്ഷരങ്ങൾ കൊണ്ടിട്ട് എന്ത് ചെയ്യുക, ഒരു പദം ഉണ്ടാക്കണം. സ്വാദ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, സബുറനോ അല്ലെങ്കിൽ ത്വാ വെച്ച് ഉണ്ടാക്കാം. ത്വഷ്ത്, ലാ വെച്ച് ലൗ, ലാ വെച്ച് ലർഫ്. പഠിച്ചത് വെച്ച് എഴുതാം. പഠിച്ച പാടോ അല്ലെങ്കിൽ നമുക്ക് ആ പാഠങ്ങളിൽ നിന്ന് വന്ന ഏത് വാക്കുകളിൽ എഴുതാം. നക്തുബ് സാബിറൻ അലാ ത്വാഇറൻ ഹുലൂലൻ ഹല്ലൻ. അതൊക്കെ താഴോട്ട് എഴുതാനാണ്. പിന്നെ അക്രവ് ലാ മിനൽ ഖുർആൻ, ഖുർആനിലെ ലാ കണ്ടുപിടിക്കാം. യളുന്നൂന മഹ്ലൂറ മുസ്ലിമ തലാഹറൂൻ ലാ തദ്ലിമൂന ഹല്ലിൻ അലീം. അപ്പോൾ അവിടെയൊക്കെ എന്ത് കണ്ടെത്തണം. ഇനി അടുത്ത പാഠം അലം അബ്ദുൻ ഉദ്റുൻ ഇബറുൻ റാഇദുൻ റജ്അൻ സബ്അൻ ജസ്അൻ ഉൻ ദഅ ഐന് ഐന്. അപ്പോൾ ഐനിൻ്റെ പാഠം പഠിക്കണ്ട അല്ലേ. അപ്പോൾ ഐന് നീ എവിടെ, ഞാനിത് ഹൽക്കിനകത്തുണ്ട്. ഹൽക്കിനകത്ത് നീ എവിടെ, ഹൽക്കിൻ നടുവിലിരിപ്പുണ്ട്. ഒന്ന് പുറത്ത് വരാമോ നീ, ഞാനിതാ വന്നു. അപ്പോൾ തൊണ്ടയുടെ മധ്യത്തിൽ നിന്നാ വരാം. ഇനി നഖ്റ വായിക്കണം. അഅ്ബുദു തബിഅ ശുഅബൻ അറബൻ ഉഷ്റൻ ജൂഅൻ തഅ്ബുദു ഇശാഉൻ. ഇനി നളവ് ദാഹിറത്തൻ അല ഐൻ, ഐനിന് വട്ടം വരക്കണം. ഇൽമുൻ സബ്അ ഫർഉൻ ബുഅദുൻ. അവിടെ ഐന് കണ്ടെത്തിയതിന് വട്ടം വരക്കാം. ഇനി നർസും ഐനെ എഴുതാനാ. കണ്ട ഐനെ ഒറ്റക്ക് എഴുതുമ്പോൾ താഴോട്ട് ഇതിട്ട് എഴുതും. പിന്നെ കൂട്ടി എഴുതുമ്പോൾ കണ്ടില്ല, നടുക്ക് വരുമ്പോഴും അവസാനം വരുമ്പോഴും എടുക്ക് വരുമ്പോഴും ആദ്യത്തിൽ തന്നെ ഉള്ള രൂപത്തിലാണ് എഴുതിയേക്കുന്നത്. ഇനി യക്തശിഫ് മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് ഐന് കണ്ടെത്തും. മാ തഅ്ബുദൂന മിൻ ബഅദി. കണ്ട അവിടെ 2 ഐനുണ്ട്. ഇനി ഇന്ന മഅൽ ഉസ്രി യുസ്ര, അവിടെ എത്ര ഐനുണ്ട്, 2 ഐൻ. മഅല ഐൻ എഴുതിയേക്കണം നോക്കുക, ഉസ്രില ഐൻ എഴുതിയേക്കണം നോക്കുക. അങ്ങനെ അതും വ്യത്യാസം മനസ്സിലാക്കാം. പിന്നെ എഴുതി പഠിക്കാം. അഅ്ബുദു ഷിറൻ റാജിഉൻ ജൂഅൻ ഇബാദുൻ. നഖ്റ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് വായിക്കാനാണ്. അഅ്ബുദു ഇബാദി ഉഇദ്ദത് ജൂഅൻ റാഇദുൻ തുർജഉ. ഇനി ഊദ്, ഐനിൻ്റെ പടം തന്നെ ലൊമ്മിട്ടിട്ട് ഊദ്. ആദുൻ ഊദൻ ഈദുൻ സുആലുൻ സുഊദൻ ബഈദുൻ കണ്ട ആ ഐന് ആദ്യം വരും, നടുക്ക് വരുന്ന രൂപം ഈ അവസാനം വരുന്നത്. പിന്നെ ഓൻ അത് അവസാനം തന്നെ. ഒറ്റക്ക് വരുന്നത്, അവസാനം ഒറ്റക്ക് വരുന്നത്. അപ്പോൾ ഐന് തന്നെ. ഇനി നളവ് ദാഹിറത്തനല ഐന് വട്ടം വരക്കണം. ആലിമുൻ ബുഊലുൻ സഈദുൻ അൻഅംത. അവിടെയൊക്കെ ഐന് കണ്ടെത്തി വട്ടം വരക്കണം. നക്തശിഫു ഐൻ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് ഐന് കണ്ടെത്തണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. നക്തുബ് എഴുതാൻ. ബഈദുൻ തുർജഉ അആദ ഖുശൂഅൻ. നഖ്റ മിനൽ ഖുർആൻ ദുആഅൻ ബഈദിൻ സാരിഉ ഇബാദി ശആഇരി അഊദു. അവിടെയൊക്കെ എന്ത് ചെയ്യുക, ഐന് കണ്ടെത്തണം. ഇനി അടുത്ത പാഠം ഇലൽ ഖലായിലേക്ക്, ടോയ്ലറ്റിലേക്ക്. അപ്പോൾ അവിടെ ഈ പാഠത്തിലൊക്കെ എന്ത് ചെയ്യും, ഇതൊക്കെ എന്ത് ചെയ്യും, ഇതും ദുറൂസിൻ്റെ പരീക്ഷക്കായിട്ട് വരാം, ചോദ്യമായിട്ട് വരാം. റാഷിദ് മോൻ മദ്രസ കഴിഞ്ഞ് വീട്ടിലെത്തി. അവൻ ഉമ്മയോട് സലാം പറഞ്ഞ് അകത്ത് കയറി.
എന്താണ് മോനെ ഇന്ന് പഠിച്ചത്? അവൻ്റെ നെറ്റിയിൽ മുത്തം നൽകിക്കൊണ്ട് ഉമ്മ ചോദിച്ചു. ടോയ്ലറ്റ് മര്യാദകളാണ് ഉമ്മ, ഞാനത് പറഞ്ഞു തരാം, റാഷിദ് ആവേശത്തോടെ പറഞ്ഞു. അകത്ത് കയറും മുമ്പ് തല മറക്കണം. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി എന്ന് ചൊല്ലണം. ചെരുപ്പ് ധരിച്ചിട്ട് തല മറക്കണം. അത് കയറുമ്പോൾ എന്താ? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി എന്ന് ചൊല്ലണം. ഇടതുകാൽ വെച്ച് പ്രവേശിക്കണം. വലതുകാൽ വെച്ചാണ് പുറത്തിറങ്ങേണ്ടത്. വലതുകാൽ വെച്ച് പുറത്തിറങ്ങണം. പുറത്തിറങ്ങിയ ശേഷം ഗഫ്രാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വആഫാനി എന്ന് പറയണം. ഉമ്മ മാഷാ അല്ലാ മോൻ നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആവർത്തിച്ച് പല ദിവസങ്ങളിലായിട്ട് പറഞ്ഞു കൊടുത്താൽ ഇത് പഠിച്ചോളും. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി. അതുപോലെ തന്നെ പ്രവേശിക്കുമ്പോൾ ചെരുപ്പ് ധരിക്കണം, തല മറക്കണം, ഇടതുകാൽ വെച്ച് കയറണം. പിന്നെ ഇറങ്ങാൻ നേരത്ത് വലതുകാൽ വെച്ച് കയറണം. പുറത്തിറങ്ങിയ ശേഷം ഗഫ്രാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വആഫാനി എന്ന ദിക്ർ ചൊല്ലണം. അതൊക്കെ എന്ത് ചെയ്യുക? ആവർത്തിച്ചാൽ അത് കുട്ടികൾ പറയാൻ കിട്ടും. ഇനി നഖ്റഉ വ നക്തുബു വായിച്ച് എഴുതാനാണ്. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. റാഷിദ് മോൻ പഠിച്ചത്, വീട്ടിലെത്തി, സലാം പറഞ്ഞു, പിന്നെ മര്യാദകൾ, ടോയ്ലറ്റ്. നംലഉൽ ഫറാഗ് ബിസ്മില്ലാഹി ഡാഷ് വൽ ഖബായിസ്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. ഗഫ്രാനക ഡാഷ് വ ആഫാനി. ഗഫ്രാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വ ആഫാനി. ചോദ്യം കണ്ട നുജി. മൂന്നാമത്തെ ചോദ്യം, മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് വിസർജന സ്ഥലത്ത് പാലിക്കേണ്ട അദബുകൾ എന്തെല്ലാം? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ചെരുപ്പ് ധരിക്കണം, തല മറക്കണം, ഇടതുകാൽ വെച്ച് കയറണം. ഇനി ഗൈനിൻ്റെ പാഠം. ഗർസ ഗർബൻ ഗുറൂബൻ ഗിദാഅൻ മഗ്രിബൻ സിബ്ഗൻ 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 ഗാഗീഗൻ സുഗ് ഗൈൻ ഗൈൻ. ഗൈനിൻ്റെ പാഠം അല്ലേ? അപ്പോൾ ഗൈനിൻ്റെ നമുക്ക് പാട്ടുണ്ടല്ലോ. ഗൈനേ ഗൈനേ, അയിന് പാടിയ പോലെ തന്നെ ഗൈനേ ഗൈനേ നീയെവിടെ, ഞാനിത് ഹൽക്കിനകത്തുണ്ട്. ഹൽക്കിനകത്ത് നീയെവിടെ, ഹൽക്കിൻ മുകളിലിരിപ്പുണ്ട്. മുകളിൽ നിന്ന്, ഹൽക്കിൻ്റെ മുകളിലെ അറ്റത്ത് നിന്ന് വരാം. തൊണ്ടയുടെ മേലെ അറ്റത്തിൽ നിന്ന് വരും. ഒന്ന് പുറത്ത് വരാമോ നീ, ഞാനിത വന്നോ. അപ്പോൾ ഇവിടെ ഹൽക്കിന്മേലെ, അങ്ങനെ തന്നെ ഹൽക്കിൻ്റെ മേലെ. പാട്ടില്ല അവിടെ. ഹൽക്കിന്മേലെ അറ്റത്തൊന്നൊരു ഗൈന് വരുന്നു, കാറ്റില്ലാതെ വായ നിറച്ച് ഗാലിയ ചൊല്ലി ഗൈൻ അല്ലേ? കാറ്റില്ലാതെ വായ നിറച്ച്. ഇനി ഗൈന് നമുക്ക് കളർ കൊടുക്കാം. നഖ്റ വായിക്കാൻ അതിന് മുമ്പുണ്ടല്ലേ. അഗ്ബറു മറ്റേ ഖിദാഉൻ ഖുറൂബൻ, അത് തെളിഞ്ഞിട്ടില്ല. നിലവിന് കളർ കൊടുക്കണം. ഗൈന് കളർ കൊടുക്കണം. നെർസും മുന്നത്ത എഴുതണം, അതിൻ്റെ മുകളിൽ കൂടി എഴുതാം. നക്തശിബ് ഗൈൻ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് ഗൈനിനെ കണ്ടെത്താം. ഗൈരിൽ മഗ്ദൂബി അറാഗിബൻ അൻത ഗമ്മം ബിഗം ശുഗ്ലിൻ ഫാകിഹൂൻ. അപ്പോൾ ഗൈന് എഴുതാം. ഗൈൻ റാഗിബ തബ്ഗി അസ്ഗറു. നക്രമിൽ ഖുർആൻ വായിക്കുക. ഖുറാബൻ ഖറാബീബു ഖുറൂറൻ ബാഗിൻ അസ്ഗറു ബിഗളബിൻ. ഇനി ഗാബ, ഗൈന് തന്നെ ഗാ നീട്ടാൻ വേണ്ടി. ഗാബ കാട് അല്ലേ? ഗായിബൻ റഗൂബൻ സഗീറൻ മഗാരിബു ത്വാഗൂതൻ തഗീബു ഗാഗൂഗി. നക്ര വായിക്കുക. ഖുറാബൻ സഗീറൻ അഗൂസു സിഗാറൻ തബ്തഗി. നക്തശിബ് ഗൈൻ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് ഗൈന് കണ്ടെത്തണം. ഫലാ ഗാലിബ ലക്കും തബ്ഗൂനഹ ഫൽമുഗീറാത്തി സുബ്ഹ ഖൗലം ബലിഗ. ഇനി നക്തുബ് എഴുതാം. തബ്തഗി ഗായിബൻ അഗൂസു തബ്ഗൂന. ഖുർആനിൽ നിന്ന് കണ്ടെത്തണം, വായിക്കാനാണ് അല്ലേ. തബ്തഗി സഗാറൻ തബ്തഗു അൽഗാസു തഗീറു സഗീറൻ. അപ്പോൾ അതിന് ഗൈന് കഴിഞ്ഞ് അല്ലേ. ഇപ്പോൾ ഏതൊക്കെ കഴിഞ്ഞ്? സ്വാദ് കഴിഞ്ഞ്, ത്വാ ളാ ഐന് ഗൈൻ, 5 അക്ഷരം കഴിഞ്ഞ്. ഫ ആണ്. ഫനസിൽ നിന്ന് ഫാ പഠിക്കാം. ഫറസൻ ഫുആദുൻ ഫിദാഉൻ സിഫ്റുൻ ഫാഫു ഫീഫുൻ ഖഫ് ഫാ.
നഖറ വായിക്കുക ഫറസൻ സിഫുറൻ ഫിറാസൻ ഫുറാത്തൻ ഗർഫൻ സുഹുഫൻ. ഫാ എഴുതാനാണ്, മുകളിൽ കൂടി എഴുതാം. ഫാ എഴുതുന്ന രൂപം കണ്ട, ഫാ എഴുതാ. ഇനി ആദ്യം വരുന്ന ഫാ എങ്ങനെ എഴുതാ, നടുക്ക് വരുന്ന ഫാ. നക്തുബു എഴുതാം ഫിറാസൻ സഫറൻ ഹത്ഫൻ റഫ്റഫൻ. ഇനി ഫാ തന്നെ സഫീന നീട്ടാൻ. ഫാത്തിഹൻ സഫീന കപ്പൽ. ഫാത്തിഹൻ ഗഫൂറൻ സഫീറൻ ഖഫീഫൻ സുഫൂഫൻ അഫീഫിൻ ഫാ ഫൂ ഫീ ഫൻ ഫൊൻ ഫിൻ. അപ്പോൾ ഫായിൻ്റെ പാട്ട് നമ്മൾ പാടില്ല അല്ലേ. അത് കഴിഞ്ഞ് ഫാ എങ്ങനെ പറയാ, ഫാ പറയുമ്പോൾ അത് കഴിഞ്ഞില്ലല്ലേ, സഫീന കഴിഞ്ഞു വായിച്ചിട്ട്. അത് വായിച്ചിട്ട് നമുക്ക് ഫായിൻ്റെ പാട്ടാണ്. റഫീഉൻ നഖറ വായിക്കുക റഫീഉൻ ഖഫാഉൻ ഗഫൂറൻ റഊഫൻ. നക്തുൽ അസ്മാൽ മുനാസിബ തഹത സൂറത്തി. ഇനി അതുപോലെ തന്നെ എന്ത് ചെയ്യുക, താഴെ ഈ ചിത്രങ്ങളുടെ താഴെ പേരെഴുതാനാണ്. ഇതിനെന്താ പറയുക, ഗോറസ്, ചെടിക്ക് ഗോറസ് അല്ലേ, ഗോറസ്. കൊടിക്ക് അലം, ചക്കക്ക് എന്ത് ചെയ്യുക, ഫനസ്. നമ്മുടെ സഫീന എന്ന് പറയുന്നതിന് കപ്പലിന് കണ്ടോ, ഒറസല്ലേ ഇവിടെ കഴിഞ്ഞു പോയല്ലോ ആദ്യത്തെ ഓറസ്. അതിന് അതിന് ശേഷം ഫായിൻ്റെ പാട്ടല്ലേ, ഇത് കഴിഞ്ഞല്ലോ. ഫായിൻ്റെ സഫീനം കഴിഞ്ഞു. ഫായിന് ഒരു പാഠം കൂടി ഉണ്ട്. തുഫാഹ് ആപ്പിൾ. ഗഫാറൻ സഫു സുഫീനുൻ സഫൻ ദഫൻ ഉഫിൻ ഖഫഫ തഹഫു ഷഫിഅ. ഫാ നീട്ടി ഷദ്ദിട്ട് നീട്ടിയുള്ള രൂപം. ഇനി ഖഫീഫ് സഫീ ഫാത്തിഹൻ സഫൻ ഖഫീഫൻ സുഫൂഫൻ. നസ്ലുൽ ഹുറൂഫ അർഫ് അക്ഷരം ചേർത്ത് എഴുതാം. തഷ് ഫഉ എന്ന് കൂട്ടി എഴുതണം. തഷ് ഫഉ അത് 4 കൂടി കൂട്ടി എഴുതാം. ഇനി അതുപോലെ ഫിറാസുനിൽ ഫാ റായിലേക്ക് കൂട്ടി എഴുതും. പിന്നെ ഷീന് ഒറ്റക്കല്ല എഴുതാം, റായിലേക്ക് ഷീന് കൂട്ടൂലല്ലോ. പിന്നെ തുഖ്ലീഫ് 4 കൂടി ഒരുമിച്ച് എഴുതാം. തഫ്ജുറു അതും ഒരുമിച്ച് എഴുതും. നഖ്റഉ മിനൽ ഖുർആൻ വായിക്കുക ത്വറഫൻ ഖഫഫ ആസിഫൻ ഗഫാറൻ ഫഅഫു ഉഫിൻ. അപ്പോൾ ഫായിൻ്റെ പാട്ട് എങ്ങനെ നമ്മൾ പാടില്ല. താഴെ ചുണ്ടും മേലെ മുൻപല്ലുകളുടെ തലയും ചേർത്താട്ടെ. താഴെ ചുണ്ട് മേലെ മുൻപല്ലുകളുടെ തലയും ചേർത്തിട്ട് നേരിയ കാറ്റ് പുറത്തെ കൊഴുകും നല്ലൊരു ഫാ പറഞ്ഞാട്ടെ. ഫാ പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മുടെ മേലെയുള്ള പല്ല് അല്ലേ, മേലെ മുൻപല്ലുകൾ താഴെ ചുണ്ടിൽ എന്ത് ചെയ്യുക, ചുണ്ടുകൾ തമ്മിൽ ചേർത്തിട്ടാണ് പറയാം. നേരിയ കാറ്റ് പുറത്തേക്ക് വരാം, അങ്ങനെ പറയണോ. ഇനി അല്ലാഹു അക്ബർ അല്ലേ, നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഒരുങ്ങി. എല്ലാവരും സുപ്രക്ക് ചുറ്റും ഇരുന്നു. മസ്ജിദിൽ നിന്ന് അദാൻ മുഴങ്ങി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് ഹയ്യ അലൽ ഫലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ബാങ്കിൻ്റെ രൂപമാണ്. ബാങ്കിൻ്റെ രൂപം അത് എന്ത് ചെയ്യും, അതൊക്കെ ചോദിക്കും, അത് പറയേണ്ടി വരും. നോമ്പ് തുറന്നു, എല്ലാവരും മഗ്‌രിബ് നിസ്കരിച്ചു. അപ്പോൾ ബാങ്ക് നമ്മൾ പഠിച്ചു. അപ്പോൾ എപ്പോഴാണ് നോമ്പ് തുറക്കുക, മഗ്‌രിബ് ബാങ്ക് വിളിക്കുമ്പോഴാണ് എന്നൊക്കെ ചോദ്യം വരും, അതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും. ഇനി അടുത്ത അതൊക്കെ ദുറൂസ് പാഠത്തിലാണ് ചോദ്യം വരാം. പിന്നെ അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രധാനമായിട്ട് അറബി മലയാളം പഠിക്കാനാണ് അല്ലേ. പിന്നെ സാദാ പിന്നെ ഇങ്ങ. ഇനി ങ്ങായൊക്കെ വെച്ചിട്ട് വാക്കുകൾ. ഞങ്ങൾ, ചങ്ങാതി, ഉറങ്ങി, മഞ്ഞൾ, തെങ്ങ്, കശുമാവ്, ശരീരം, ശുദ്ധി, പശു, ശിശു, മഷി, ദോഷം, ഇഷ്ടം, രാഷ്ട്രം, കഷായം. അപ്പോൾ ഈ വാക്കുകൾ പരീക്ഷയ്ക്ക് വരും, വായിപ്പിക്കാനും ഒക്കെ മറ്റായിട്ട് വരും. അത് നല്ലപോലെ പഠിച്ചിരിക്കണം, എന്നാലേ പറയാൻ കിട്ടുള്ളൂ. പൂരിപ്പിക്കുക. നോമ്പ് ഡാഷ് വിഭവങ്ങൾ ഒരുങ്ങി. എന്താ ഡാഷ്, നോമ്പ് ഡാഷ് വിഭവങ്ങൾ ഒരുങ്ങി. അവിടെ പൂരിപ്പിക്കുക. മസ്ജിദിൽ നിന്ന് ഡാഷ് മുഴങ്ങി. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന ഡാഷ് റസൂലുള്ളാഹ് മുഹമ്മദർ റസൂലുള്ളാഹ് ഹയ്യ അലസ് സ്വലാ അല്ലേ. അവ എന്താണ്, നോമ്പ് തുറക്കാനുള്ള, അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഒരുങ്ങി എന്നാണ്. മസ്ജിദിൽ നിന്ന് എന്ത് മുഴങ്ങിന്നാ, മസ്ജിദിൽ നിന്ന് അദാൻ മുഴങ്ങി, ബാങ്ക് മുഴങ്ങി. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് മുഹമ്മദ് റസൂൽ ഹയ്യ അലസ് സ്വലാ. കാരണം ഇതൊക്കെ എന്ത് ചെയ്യുക, ചോദ്യമായിട്ട് വരും.
ക്ലാസ്സിൽ അതാൻ വിളിക്കുക എന്നുണ്ട് അല്ലേ. അപ്പോൾ അതാൻ കുട്ടികൾക്ക് മനസ്സിലായിരിക്കണം, കുട്ടികൾ മനസ്സിലാക്കുക. ഇനി ഖാഫാണ് കേട്ടോ. ഖുബ്ബ, ഖുബ്ബ, ഖാഫ് പഠിക്കാം. ഖഫസൻ, ഖുദ്സൻ, ഖിർദൻ, അഖ്ദൻ, ബർഖൻ, ഫിസ്ഖൻ, ഷഫഖിൻ, ഖാഖു, ഖീഖൻ, ബഖ്, ഖാഫ്, ഖാഫ്. ഖാഫിൻ്റെ പാട്ട് എങ്ങനെയാണ്? നാവിൻ മുരടും മേലെണ്ണാക്കും ചേർത്ത് പറഞ്ഞാൽ ഖാഫായി. നാവിൻ മുരടും, ഖോ നാവിൻ്റെ മുരട്, മേലെ അണ്ണാക്കി ചേർത്ത് പറയണം, അങ്ങനെ പറയേണ്ടത്. ഖോ, ഖോഫ് അല്ലേ. ഇനി നഖ്റ വായിക്കുക. ഖിശ്റൻ, ഖുബൂറൻ, ഖറഅ, തഖ്റഉ, സഖ്റൻ, ഫഖ്റൻ, ബറഖ, ബസ്ഖൻ. ഖാ എഴുതണുണ്ട്, ഖാ എഴുതുക. ഇനി അവസാനം വരുമ്പോൾ, നടുക്ക് വരുമ്പോൾ, ആദ്യം വരുമ്പോൾ വരുമ്പോൾ. ഖബറൻ, തബഖൻ, അഖ്ദൻ, ഇദ്ഖൻ. ഇനി അടുത്ത് ഖാ നീട്ടാം. ഖാബിസ്, ഖാബിസ് അല്ലേ. ബഖാഉൻ, വഖൂറൻ, ഫഖീറൻ, ഹഖഖ, അഹഖു, ഉഖിഫ, ഹഖൻ, ഹഖൻ, ഹഖിൻ, ഖാ, ഖൂ, ഖീ. റഖീബൻ, അഖൂറൻ, ഖാദിറൻ, ദൂഖു. ഇനി ഉറക്കിബിൽ കലിമാത് ബിൽ ഹുറൂഫിൽ ആത്തിയ, താഴെ പറയുന്ന അക്ഷരങ്ങൾ കൊണ്ടിട്ട് എന്ത് ചെയ്യുക? പദങ്ങൾ ഉണ്ടാക്കണം. ത്വാ, ഖാ, ത്വൻ, ബ, ബ്, റ്, ദ്വൻ, ളുൻ, സ, സ്, ആ, റൊൻ. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? 4 പദങ്ങൾ അല്ലേ. വേണി ത്വബഖൻ, ത്വബഖൻ. നാല് വാക്കുണ്ടാക്കിയാൽ മതി. 1, 2, 3, 4. ബർദ്വൻ ഉണ്ടാക്കാൻ പറ്റില്ല. ബർദ്വൻ അല്ലേ, ബർദ്വൻ ഉണ്ടാക്കുക. പിന്നെന്താക്കുക? ബർദ്വൻ നമ്മൾ പഠിച്ചല്ലേ, ബർദ്വൻ. പിന്നെ അബ്, പിന്നെ അത് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതാം. 2, 4, 6, 8, 10, 12 പദങ്ങളുള്ളത്, 12 അക്ഷരങ്ങൾ. നക്തുബ് ഇനി വായിച്ചെഴുതാനാണ്. നക്തുബ് എന്താണ്? എഴുതാനാണ്. തഖ്റബ, ഖൂത്തൻ, ഇഖാബൻ, ഹഖഖ. നഖ്റ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് വായിക്കണം. ഷിഖാഖി, അശഖു, ഫഫരീഖ, റുസിഖു, ത്വബഖൻ, ഹഖൻ. ഇനി കഅബ, കാഫൻ. കസ്ബൻ, കുത്തുബൻ, കഅബ, കുത്തുബൻ, കിസാഉൻ, ശുക്റൻ. കാദിഹൻ, ബുക്കൂറൻ, ഹക്കീമുൻ, ഫക്കാക്കൻ, ഫക്കറ, ശക്കു, ദുക്കിറ. കാ, കു, കി, കാഫ്, കാഫ്. അപ്പോൾ ഈ കാഫ് തന്നെ 3 വിധത്തിലുണ്ട്. കാഫ് അല്ലേ. കാഫിൻ്റെ ഇതെങ്ങനെ? നാവിൻ മുരടും മേലെണ്ണാക്കും ചേർത്ത് പറഞ്ഞാൽ കാഫ. നേരത്തെ ഖാഫ് പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഖാഫിൻ്റെ മഖ്റജിന് അല്പം താഴെ നിന്ന് പറഞ്ഞാൽ കാഫായി. എങ്ങനെ പറഞ്ഞത്? നാവിൻ മുരടും മേലെണ്ണാക്കും ചേർത്ത് പറഞ്ഞാൽ കാഫായി. കാഫിൻ മഖ്റജിന് അല്പം താഴെ നിന്ന് പറഞ്ഞാൽ കാഫായി. അപ്പം അതാണ് കാഫ്. പിന്നെ പറഞ്ഞെന്താണ്? ഈ കാഫിൻ്റെ പേര് എന്ത് കാഫാ? സൈഫി കാഫ് എന്ന് പറയാം അല്ലേ. ഈ കാഫിന് പേര് പറയും സൈഫി കാഫ് എന്ന് പറയും അല്ലേ. നോക്കൂ, കാഫുകൾ 3 3 കാണാൻ രസമാണ്. സൈഫി കാഫ് അതിലൊന്നാണ്. കാബയിൽ വന്നൊരു കാഫാണ്. കണ്ട, കാബയിൽ വന്ന കാഫ് ഈ രൂപത്തിൽ. സൈഫ് വെച്ചാൽ വാള് പോലെ ഇരിക്കുന്ന ഒരു കാഫ്, ആ രൂപത്തിലാണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഫി കാഫ് എന്ന് പറയും. അപ്പോൾ അത് പഠിച്ചു. ഇനി ശുക്രൻ, ശക്കർത്തു, കിബുറൻ. പിന്നെ കാഫ എഴുതുക. നക്തുബ്, കിതാബൻ, അക്സറു, കാതു, ഹക്കത്ത്. പിന്നെ കൂഷിത്വത്ത്, ഖുർആൻ എന്ന് പറയാം. കൂഷിത്വത്ത്, ഫദക്കിർ, ഫസക്കത്ത്, ഷക്കൂറൻ, ഫക്കഫ, തസ്തക്കി.
പിന്നെ കാഫ് എഴുതണ രൂപം കണ്ട ഇവിടെ കൊടുത്തേക്കണ ആദ്യം ഈ ഭാഗമാണ് എഴുതുക. ഇത് ഇങ്ങോട്ട് താഴെ ഒന്നേന്ന് ഇട്ടേക്കണുണ്ട്. ഈ ഭാഗം എഴുതിയിട്ട് പിന്നെ മുകളിൽ നിന്ന് വരാം ഇങ്ങോട്ട് രണ്ടാമത് ഇടാം. അതായത് ഈ ലാമൂലുള്ള ഈ ഭാഗം ആദ്യം എഴുതും. ഒന്നേന്ന് നമ്പർ ഇട്ടേക്കണുണ്ടല്ലേ. പിന്നെ അതിന് ശേഷം മുകളിൽ നിന്ന് താഴെ ഇങ്ങോട്ട് വര കൂട്ടിച്ചേർക്കും. അപ്പോൾ അതവിടെ ഒന്ന് മനസ്സിലാക്കണം. ഇനി കുബിരി ആ കാഫ് ഇത് വേറെ രൂപത്തിലുള്ള കാഫ് പറയുന്ന ഒരു കാഫ് തന്നെ, പക്ഷേ എഴുത്ത് രൂപം വ്യത്യാസമുണ്ട്. കർബൻ കുത്തുബൻ കിബുറൻ ശുക്കുറൻ കാത്തിബൻ ഷക്കൂറൻ അക്കീദു ഫക്കറ കാ കൂക്കി കാഫ് കാഫ്. അതാ പറഞ്ഞ പറയൂ കാഫുകൾ മൂന്നാണ് മൂന്നും കാണാൻ രസമാണ്. ഇപ്പം നമ്മൾ രണ്ട് കാഫ് പറഞ്ഞിട്ടാ. നോക്കൂ കാഫുകൾ മൂന്നാണ് മൂന്നും കാണാൻ രസമാണ്. സൈഫി കാഫ് അതിലൊന്നാണ് കാബയിൽ വന്നൊരു കാഫാണ്. ഈ കാഫാണ് സൈഫി കാഫ്. പിന്നെ രണ്ട് സനാദി കാഫാണ് മക്കയിൽ വന്നൊരു കാഫാണ്. സനാദി കാഫ് ഉണ്ട പീരങ്കി പോലെ ഇരിക്കണം, അല്ലെങ്കിൽ തോക്ക് പോലെ ഇരിക്കണം, ആ രൂപത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സനാദി കാഫ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ എഴുതുന്ന രൂപം കണ്ടില്ലേ, സനാദി കാഫ്. ആദ്യം എന്ത് ചെയ്യുക, ഫത്തഹ പോലെ ഭംഗിയുള്ളൊരു വര വരക്കണം. പിന്നെ എന്ത് ചെയ്യുക, വലത്തോട്ട് നീണ്ട വര വരക്കണം. പിന്നെ താഴോട്ട് കുഞ്ഞ് വര വരക്കണം. പിന്നെ ഇടത്തോട്ടൊരു നീണ്ട വര വരക്കണം. അപ്പോൾ എന്തായി, കാഫ് സനാദി കാഫായത്. പിന്നെ വായിക്കാൻ നക്രു വായിക്കാം. റബ്ബുക്കും ബുക്കൂറൻ കുത്തുബൻ അക്കീദു അല്ലേ. പിന്നെ ഷാക്കിറൻ കർക്കറ കാദിസൻ അക്സിബു. പിന്നെ നക്തുബ് എഴുതാം. കബിദൻ ദിക്റൻ കാദ അഷ്റഖു. നക്റവിന് ഖുറാൻ വായിക്കുക. കാഫൊന്ന് കിതാബൻ ഈ ധനാദി കാഫൊന്ന് കിതാബൻ സലക്കും തക്കാദു ദുക്കിറു കത്താബത്ത് കാദിബ. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാഫും സൈഫി കാഫും ധനാദി കാഫും ആദ്യം നടക്കൊക്കെ വരും, അവസാനം വരൂല അല്ലേ. അവസാനം വരുന്ന കാഫ് ഇനി അടുത്ത് പഠിക്കണം. അതാണ് ഇതേ കാട്. ഷുബാക്ക് ജനൽ. ദറക്കൊൻ ലഹക്കൊൻ ഹക്കൊൻ ഇഫ്കൊൻ അറാക്ക ഷക്കൊൻ റബ്ബുക്കി ഫിദാക്ക. കാഫ് കണ്ട കാഫ് ഇപ്പോൾ മൊത്തം 3 കാഫായി. അത് നമ്മൾ നേരത്തെ പറഞ്ഞ നോക്കൂ കാഫുകൾ മൂന്നാണ് മൂന്നും കാണാൻ രസമാണ്. സൈഫി കാഫ് അതിലൊന്നാണ് കാബയിൽ വന്നൊരു കാഫാണ്. രണ്ട് സനാദി കാഫാണ് മക്കയിൽ വന്നൊരു കാഫാണ്. ഷാരി കാഫ് അത് കാരണം ഷാരി കാഫാണ്ടത് ഇത് ഈ കാണുന്നതാണ് ഷാരി കാഫ്. ഷാരി കാഫ് അതിൽ 3ആണ് ഷുബാക്കിൽ വന്നൊരു കാഫാണ്. പിന്നെ പറയുന്നുണ്ട് സൈഫി സനാദി കാഫുകളെ എഴുതാമാദ്യം നടുവിലുമേ അവസാനത്തിലെ കാഫെങ്കിൽ എഴുതാം ഷാരി കാഫുകളെ. കണ്ട ഇവിടെ എല്ലാം അവസാനം എഴുതിയേക്കുന്ന കാഫുകൾ ഏതാ, ഈ കാഫിൻ്റെ പേരാണ് ഷാരി കാഫ് എന്ന് പറയുക. അപ്പം 3 വിധത്തിലുള്ള കാഫ്, 3 വിധത്തിലുള്ള കാഫ് തന്നെ. ഒന്ന് ഇതാണ് സൈഫി കാഫ്, ഇത് 2 സനാദി, ഇത് ഷാരി കാഫുകൾ. അത് മനസ്സിലാക്കി വെക്കാം. നക്കറ് വായിക്കാം. റബ്ബുക്കി റബ്ബുക്ക തർക്കൊൻ ബാരിക്ക് ഷക്കൊൻ ഞർസും എഴുതാൻ. പിന്നെ നക്തുബ് കസ്ബൻ ദിക്റൻ ഷക്ക ജാഅക്ക അഫു അക്കഫ. പിന്നെ ഖുറാനിൽ നിന്ന് വായിക്കാം. ബിക്റോൻ ഹാജക്ക അക്കീദു റബ്ബക്ക ഷക്കർത്തും ഷക്കീൻ. പിന്നെ അൽ ഇഹ്തിറാം എന്ന പാഠം, ആദരവ്. ഉസ്താദ് വരുന്നുണ്ട്. സ്വാലിഹ് പറഞ്ഞു, മുറ്റത്ത് കളിക്കുകയായിരുന്ന അവൻ കൈകാലുകൾ കഴുകാനായി ഓടി. ഉപ്പ എഴുന്നേറ്റ് നിന്നു. ഉസ്താദ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉപ്പ വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദിൻ്റെ കൈ പിടിച്ച് കൊണ്ട് ഉപ്പ സോഫയിൽ ഇരുത്തി. ഉപ്പ ഉസ്താദിൻ്റെ അടുത്ത് വിനയത്തോടെ ഇരുന്നു. ശബ്ദം താഴ്ത്തി ഉസ്താദിനോട് സംസാരിച്ചു. ഇത് സ്വാലിഹിനുള്ള സമ്മാനമാണ്, അവൻ കൃത്യമായി ഹോംവർക്കുകൾ ചെയ്യാറുണ്ട്. ഉസ്താദ് സ്വാലിഹിനെ വിളിച്ച് സമ്മാനം നൽകി. ഉമ്മ ചായയും പലഹാരങ്ങളും തയ്യാറാക്കി. സ്വാലിഹും ഉപ്പയും ഉസ്താദിൻ്റെ കൂടെ ഇരുന്ന് ചായ കഴിച്ചു. ശേഷം ഉസ്താദ് ദുആ ചെയ്തു. എല്ലാവരും ആമീൻ പറഞ്ഞു. ഉസ്താദ് യാത്ര പറഞ്ഞു. സ്വാലിഹും ഉപ്പയും ഗേറ്റ് വരെ ഉസ്താദിനെ അനുഗമിച്ചു. അപ്പോൾ ആദരിക്കുന്ന ബാബാണ് അല്ലേ, ആദരവ് പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യായം. ഇനി നഖ്റവ് വ നക്തുബ് വായിച്ചിട്ട് എന്ത് ചെയ്യുക, എഴുതാൻ. ഉസ്താദ് സ്വാലിഹ് ദുആ സലാം താഴെ എഴുതണം. ഇനി വരുന്നു, മുറ്റം, ഓടി, ഇരുത്തി, ഉപ്പ, അതിഥി, ചായ, പലഹാരങ്ങൾ, വിളിച്ചു, ശബ്ദം താഴ്ത്തി, അടുത്തു. അപ്പോൾ ഈ പദങ്ങളിൽ ഏതും വരാം. പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുക, ചിലപ്പോൾ വായിപ്പിക്കാൻ വരും. അപ്പോൾ അത് വായിച്ചു കൊടുക്കണേ, ഇത് പഠിച്ചിരിക്കണം.
ആരെല്ലാം ആദരിക്കണമെന്ന് ചോദ്യം. ഉപ്പ ഉസ്താദിനെ ആദരിച്ചത് എങ്ങനെയാണ്? അതിഥിയോട് കാണിക്കേണ്ട അതബുകൾ എന്തെല്ലാം? കണ്ടോ? ആരെല്ലാം ആദരിക്കാം? മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, പിന്നെന്ത് മുതിർന്നവരെയൊക്കെ നമ്മൾ ആദരിക്കണം. ഉപ്പ ഉസ്താദിനെ ആദരിച്ചത് എങ്ങനെയെന്ന് പറഞ്ഞില്ലേ അടുത്ത കഴിഞ്ഞ പാഠത്തിൽ? അതിഥികളോട് കാണിക്കേണ്ട അതബുകൾ എന്തെല്ലാം? ഇനി ലാമ് പഠിക്കാനാണ് അല്ലേ? ലബിൻ ഇഷ്ടികകളാണ്. കണ്ടോ? രണ്ടിലധികം ഇഷ്ടിക ഉണ്ടെങ്കിൽ ലബിൻ എന്ന് പറയും. ലബിനത്താണ് ഒരു ഇഷ്ടിക. ലഹദൻ, ലൂത്തുഫൻ, ലിബദൻ, ഫുൽക്കൻ, ജബലൻ, ജബലോൻ, ജബലിൻ, ലാ, ലൂ, ലീ, ലോൻ, ബല്, ലാമ്, ലാമ്. ഇത് ലായാണെന്ന് പ്രത്യേകം മനസ്സിലാക്കി. ഞാൻ അലിഫ് പോലെ ഒന്നും മനസ്സിലാക്കരുത്. ലഹദൻ, ലാം, ലാം. ഇനി നഖ്റ ഇബിലോൻ, ബൽ, ലുദിഗ, ത്വലബ, ലിബദൻ, ഖലലോൻ, ലുത്ഫൻ, ജഅല. ഇനി നളഉ മുറബ്ബഅൻ അലാ ല, ലായിന് ചതുരം വരക്കുക. തലിദു, ലഹ്മൻ, ലുഉലുൻ, റസൂലൻ, ഖൽബൻ, അലമുൻ, അസലൻ, യൂലദ്. ലാമിന് കളർ കൊടുക്കുക. ലാം എഴുതുന്ന രൂപം കണ്ട. ആദ്യത്തിലൊക്കെ ലാം എഴുതുമ്പോൾ താഴോട്ടല്ല എഴുതുക, അവസാനത്തിൽ എഴുതുമ്പോൾ താഴോട്ട് വാല് വന്നേക്കണുണ്ടോ? അത് മനസ്സിലാക്കുക. ഇനി ലാമിൻ്റെ മഖ്റജ് എവിടെ നിന്നാ? ലാമിൻ്റെ മഖ്റജ് ഇതും എഴുതണം അല്ലേ? ജിൽദൻ, ലുത്തുഫൻ, തിഫുലൻ, ഖർദലൻ, ലിഫ്സൻ. പിന്നെ ഖുർആൻ വായിക്കാം. ലുഉലുൻ ബി ഖൽബിൻ കദാലിക ലത്തീഫൻ റജുലൻ അലസ്തു. അപ്പോൾ ലാമിൻ്റെ മഖ്റജിൻ്റെ പാട്ട് എങ്ങനെയാണ്? നാവിൻ തലയുടെ അരിവും മേലെ മുൻപല്ലുകളുടെ ഊനുകളും. നാവിൻ തലയുടെ അരിവും മേലെ മുൻപല്ലുകളുടെ ഊണുകളും. നമ്മൾ ലാ എന്ന് പറയുമ്പോൾ എങ്ങനെ? ലാ കണ്ട ചേർത്ത് പറഞ്ഞ ലാമായല്ലോ. ലാലൂലൂലീലീ. നാവിൻ തലയുടെ അരിവും മേലെ മുൻപല്ലുകളുടെ ഊനുകളും. ചേർത്ത് പറഞ്ഞ ലാമായല്ലോ. ലാലൂലൂലീലീ. അത് എഴുതിനങ്ങനെ അലിഫ് ഭംഗിയിൽ വരച്ചിട്ട് തലമുറിച്ച നൂനിനെ വരച്ച് ചേർക്കും. അപ്പോൾ എന്തായി? അന്ത്യമുള്ളിലേക്ക് ലേശം വളച്ച് വെക്കണം. അപ്പോൾ ലാമായി. കണ്ട ഇവിടെ കണ്ടില്ലേ? ആദ്യം എന്ത് ചെയ്തു? ആദ്യം അലിഫ് ഭംഗിയിൽ വരക്കണം. പിന്നെ എന്ത് ചെയ്യുക? തലമുറിച്ച നൂനിനെ വരച്ച് വെക്കണം. തലമുറിച്ച നൂനിനെ വരച്ചു. പിന്നെ ആ വാലെന്ത് ചെയ്യണം? അന്ത്യമുള്ളിലേക്ക് ലേശം വളച്ച് വെക്കണം. ഈ വാലിങ്ങനെ വളച്ച് വെച്ചേക്കണം. ലാമേതന രൂപണ പറഞ്ഞു. ഇനി ലാമ് നീട്ടാൻ ഫലാഫിൽ കുരുമുളക്. ജലാഉൻ, ഇലാജുൻ, ഫലാഹുൻ, ദലാലുൻ, സുലാലുൻ, ആലായി, ഹലാലൻ, ഹുലൂലുൻ, ജലീലിൻ. അപ്പോൾ ഈ ലാമിന് നമുക്ക് ലാമലിഫ് എന്ന് പറയും. അപ്പോൾ ഈ ലാമലിഫ് കൊടുത്താൽ നോക്കി രണ്ട് രൂപം. ലാമലിഫ് ഇങ്ങനെ കൊടുക്കുക, ലാമലിഫ് ഇതും ലാമലിഫ. ലാമലിഫ് എഴുതുമ്പോൾ ആദ്യം കണ്ട ലാമ എഴുതി, പിന്നെ രണ്ടാമത് ആദ്യം ഇത് എഴുതുക. ലാം ഇങ്ങനെ എഴുതുമ്പോൾ ഇത് എഴുതാം. ഇത് എഴുതണം ആദ്യത്തെ, പിന്നാണ് ഇത് എഴുതുക. പിന്നെ ഇങ്ങനെയും എഴുതാം ലാമലിഫ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ലാമലിഫ് എന്ന് പറയും കേട്ടോ അതിന്. ലാമലിഫ് എന്ന് പറയുമ്പോൾ ഇതാണ്. അതായത് ലാമും അലിഫും കൂടി കൂട്ടിയത്. അടുത്തത് ഫലാഫിൽ കഴിഞ്ഞല്ലോ. രണ്ട് ഫലാഫിൽ. ഇനി ഇനി അതിൽ വായിക്കാൻ. ആലാ ഉൻ, ബിലാദുൻ, ഖുലൂദുൻ, ദലീലുൻ, ജല്ല, കുല്ലുൻ, സ്വല്ലി, ഫല്ലാഹുൻ. ലാ എഴുതി നോക്കിയ ലാമലിഫ് രണ്ട് രൂപത്തിൽ എഴുതിയേക്കാം. നക്തശിഫ് ലാമലിഫിനെ കണ്ടെത്തണം. ഖുർആൻ ഹാ ഉലാഇ സൻജബീല ലാ യുഖ്റജൂൻ അലാ യളുന്നു അഫലാ തഅഖിലൂൻ സബ്റൻ ജമീല. ഇനി പേരെഴുതാനാണ് അല്ലേ? ഇവിടെ ഇഷ്ടിക കൊടുത്തിട്ടുണ്ട്. പിന്നെ കാബിസ് എന്താണ് കൊടുത്തിരിക്കണത്? കാബിസ് കൊടുത്തേക്കുന്നുണ്ട്. പിന്നെ ജനൽ, പിന്നെ എന്താണ് കാബ. അപ്പോൾ അവിടെ നമ്മൾ നേരെ കണ്ടെത്തി എഴുതാം. പ്ലഗിന് എന്താ പറയുക? കാബിസ് എന്ന് പറയും. ഇഷ്ടികക്ക് എന്താ പറയുക? ലബിൻ. ജനലിന് എന്താ? ശുബാക്ക്. കാബാൻ അല്ലേ? നക്റബിനെ ഖുർആൻ വാക്യ ഇല്ലാ ഖലീല ഹല്ലാഫിൻ അഗ്ലാല ആലായി ബലാഉൻ നുസ്ല. ഇനി മൗസ് മീമിൻ്റെ പടം. മൗസ് പഴം. മസ്ജിദുൻ, മുർസലുൻ, മിഫ്താഹുൻ, സംസമുൻ, മാലിക്കുൻ, മൂസുലുൻ, ഹമീദുൻ,
മാ മൂ മീ മൊൻ കം മാ മൂ മീ മീമ് മീമ്. മീമ് എങ്ങനെ പറയാ? മീമ് എങ്ങനെ പറയാ? ചുണ്ടുകൾ രണ്ടും തമ്മിൽ ചേർത്ത് വായ തുറന്നു മീമായി. മീം മീമ് പറയുമ്പോൾ രണ്ട് ചുണ്ടും ചേർത്ത്. മക്ക മദീന മസ്ജിദിലെല്ലാം മീമ് പറഞ്ഞു നന്നായി. മീമിന് 3 രൂപമാണ്. മീമിന് രൂപം 4 ഉണ്ട്. 4 രൂപം. 4ഉം കാണാൻ രസമുണ്ട് അല്ലേ? മസ്ജിദിൽ വന്ന മീമ് ആദ്യം മീമല്ലേ. പിന്നെ സ്വമദിൽ രണ്ടാമത് മീമാണ്. നജ്മിൽ അവസാന മീമാണ്. ജസ്മിലെ മീമ് തനിച്ച് വന്നു. അങ്ങനെ ആദ്യം വരും, നടുക്ക് വരും, അവസാനം വരും. അവസാനം വരുമ്പോൾ തന്നെ തനിച്ച് വരും, കൂട്ടി എഴുതും. അപ്പോൾ 4 രൂപങ്ങൾ. നക്ര വായിക്കാം. മർക്കബൻ മിഅ്റാജൻ ദംദമ ജമീലൻ സമാഉൻ ഉമൂറൻ മാദിഹൻ മീഖാത്തൻ ദുമൂഅൻ. നുലബിന് കളർ കൊടുക്കാം, മീമിന് കളർ കൊടുക്കാം. നർസുമു പിന്നെ താഴെ എഴുതാൻ. പിന്നെ അക്തുബു സമറൻ കരീമൻ സംസമൻ ഹമീദൻ ഉമൂർ. അതൊക്കെ താഴോട്ട് എഴുതി പഠിക്കുക. താഴേന്ന് മുകളിലോട്ട് എഴുതി പഠിക്കുക. ഒന്നും ഇട്ടേക്കണുണ്ട്, നമ്പർ നോക്കിയിട്ട. നക്രമിനൽ ഖുർആൻ, ഖുർആനിന്ന് വായിക്കാനുണ്ട്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല ഇല്ലാ കുല്ലു മുഅ്തദിൻ അസീം ഫൽതഖൽ മാഉ അല അംരിൻ ഖദ് ഖുദിർ. പിന്നെ ഷമ്മാം. ഷമ്മാം എന്ന് വെച്ചാൽ എന്താ? ഷമ്മാം എന്ന് പറഞ്ഞാൽ മധുരമത്തൻ. ഷമ്മാം എന്ന് തന്നെ പറയും. ഷമ്മാം മധുരമത്തൻ. എല്ലാവർക്കും ഷമ്മാം എന്താണെന്ന് അറിയാലോ. ഹമ്മാമൻ ശദ്ദിട്ടിട്ട് ഹമ്മാമൻ സുമ്മു അമ്മി ഖിതാമൻ ഹുത്വാമൻ ഹമാമിൻ മാമൂമി അമ്മ ഉമ്മൻ സമ്മി. നെക്ത് വായിക്കാം. വായിച്ചിട്ട് എഴുതാം. മുറാഗമൻ ഖദ്ദംതു മാഊൻ ഹമീമൻ മുതമ്മിമൻ. ഖുർആനിൽ നിന്നോതാ. സുമ്മം ബുക്കും ഗമ്മം ബിഗം അത്മംതു ഹുബ്ബൻ ജമ്മ സുമ്മ ഖസത് ഇമാമ. നൂനാണ്. നജ്മ് നജ്മ് നക്ഷത്രം. നബുത്തൻ നുശറൻ നിസ്ഫൻ ജുന്ദൻ ഈമാനൻ ഇഹ്സാനുൻ അജ്ഫാനിൻ നാനൂനീനൊൻ മിൻ നന്നൊന്നിൻ നൂന് നൂന്. അപ്പം ഇനി നൂനിൻ്റെ പാട്ടല്ലേ. നൂനിൻ്റെ മഖ്റജ് എങ്ങനെ പാടാ? നൂനിൻ്റെ വായത്ത് നാവിൻ തലയും മേലെ മുൻപല്ലിൻ ഊണുകൾ ചേർത്താൽ നൂനായി. നൂന് പറയുമ്പോൾ നാവിൻ തലയും മേലെ മുൻപല്ലിൻ്റെ ഊണുകൾ ചേർത്താൽ നൂനായി. നബത്ത് പറഞ്ഞാൽ നൂനായി. നജ്മ് പറഞ്ഞാൽ നൂനായി. നാവിൻ്റെ തല മേലെ മുൻപല്ലിൻ്റെ ഊണുകൾ ചേർത്തി പറയുക എന്ന് പറഞ്ഞു. പിന്നെ അത് വായിക്കാൻ അടുത്തത് അല്ലേ. പിന്നെന്ത് ചെയ്യണം? വായിക്കണം. വായിക്കാനുള്ള അവിടെ തെളിഞ്ഞിട്ടില്ല. ഒന്നാമത്തെ തഅബുദൂന, പിന്നെ നസ്തഈനു, പിന്നെ അഫൻ അദ്രിബു, മൻ അസ്ലമ, നിസ്ഫു മാ തറക്ക, വ നഹ്നു നുസബ്ബിഹു, ഫലൻ അബ്റഹ, നഹ്നു നഖുസ്സു, സനുഖ്രിഉക. അതൊക്കെ തെളിയാത്തതാണ്. ഇനി നർസും എഴുതാൻ നൂന് എഴുതുന്ന രൂപം കണ്ടില്ലേ. നസിലു ഇനി ഒരക്ഷരം ചേർത്ത് ഖാവ് കൊടുത്തിട്ടുണ്ട്. ഖാഫ് ലാമ് ക്യാഫ്. അപ്പോൾ അത് വന്ന വാക്കുകൾ എന്ത് ചെയ്യുക? നമ്മൾ ചേരുമ്പടി ഇറക്കുക. പിന്നെ നക്തുബുൽ അസ്മ പേരെഴുതാം അല്ലേ. മധുരമത്തൻ, പിന്നെ പഴം, പിന്നെ നക്ഷത്രം, പിന്നെന്താണ് കുരുമുളക്. അതിൻ്റെ പേര് ഇപ്പറുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക? എടുത്തെഴുതണം. നക്രമിനൽ ഖുർആൻ, ഖുർആനിൽ വായിക്കണം. ഈമാനം വ തസ്ലീമ സുനനൻ ലദീന കർണൻ ആഖരീന ഫി ളലാലിൻ മുബീൻ വസ്തനഅതു ലിനഫ്സി അന നദീറും മുബീൻ. ഒക്കെ നല്ലപോലെ വായിച്ച് പഠിക്കാം. പിന്നെ അടുത്ത് ബിനാ, ഫ്ലാറ്റ് കെട്ടിടം എന്നൊക്കെ പറയും. ബിനാ നാ നീട്ടാനാ. സനാ ഒൻ ലുനൂനൊൻ ഹനീനൊൻ. ചമനാക്ഷരത്തിൽ നാനൂനി അല്ലേ. ഇന്നക്ക ശദ്ദിട്ട് ലന്നുക്ക മന്നിക്ക ഗന്നാമൻ തന്നൂറൻ സിന്നീറൻ നാനൂനീ. നസ്ലുൽ ഹുറൂഫ് അക്ഷരങ്ങൾ ചേർത്ത് തനസ്സലു. അവിടെ തനസ്സ ലു ഒറ്റക്ക് എഴുതാം. തനാസ കൂട്ടിയതും ലു ഒറ്റക്ക് എഴുതും. പിന്നെ അപ്പോൾ ആ രൂപം കൂടി മനസ്സിലാക്കണം. പിന്നെ നഷ്കുറു അത് 3ഉം കൂട്ടി എഴുതും അല്ലേ. പിന്നെ ബനീന അത് 4ഉം കൂട്ടി എഴുതും. ഇത് നഷ്കുറു 4 അക്ഷരം ഉണ്ടാവും, കൂട്ടി എഴുതും. ബനീന കൂട്ടി എഴുതാം. നജ്ജിന അത് 4ഉം കൂട്ടി എഴുതും. പിന്നെ നുഫരിക്കുൽ ഉറൂഫ് അക്ഷരങ്ങൾ എന്ത് ചെയ്യുക? പിരിച്ചെഴുതണം. സാ വേറെ, മീമ് വേറെ ആയിട്ട് എഴുതണം, യാ വേറെ, നൂന് വേറെ. അപ്പോൾ ഒറ്റക്ക് സാ വരുമ്പോൾ എങ്ങനെ എഴുതുക? ആ രൂപത്തിൽ എഴുതണം. മീമ് എങ്ങനെ ഒറ്റക്ക് വരാം? യാ എങ്ങനെ ഒറ്റക്ക് എഴുതുക? ആ രൂപത്തിൽ എഴുതണം. പിന്നെ നായിമൻ ഇതും പിരിച്ചെഴുതണം. നാ എഴുതിയിട്ട് പിന്നെ അലിഫ് വേറെ എഴുതണം, പിന്നെ ഹംസ എഴുതണം, പിന്നെ മൊൻ വേറെ എഴുതണം. മുൻസജിബൻ എന്താ? മൂ എഴുതി പിന്നെ നു വിട്ട് എഴുതണം, സാ എഴുതണം, ജി എഴുതണം, മീം. അപ്പോൾ അതായത് ഒറ്റക്ക് വരുമ്പോൾ എങ്ങനെയാണ് രൂപത്തിൽ അതുപോലെ ആയിരിക്കണം. ജനീനൻ അങ്ങനെ തന്നെ. ജനീനൻ
അതൊക്കെ പിരിച്ചെഴുതാനാണ്. അപ്പോൾ ആദ്യത്തിൽ കൂട്ടിയെഴുതാനും ആദ്യത്തെ നാലെണ്ണം കൂട്ടിയെഴുതുക, അടുത്ത നാലെണ്ണം പിരിച്ചെഴുതുക. നഖറഉ മിനൽ ഖുർആനിൽ നിന്ന് വായിക്കുക. ഖാലൂ സമീഅനാ വഅത്വഅനാ വസ്മഉ വൻളുർനാ സുബ്ഹാന റബ്ബിനാ ഇന്നാ കുന്നാ ളാലിമീൻ വഇദ് അഖദ്നാ മീസാഖ ബനീ ഇസ്രായീൽ. ഇനി വർദ്ധ, അടുത്ത വാവിൻ്റെ പാഠമാണ്. വർദ്ധ റോസാപ്പൂ, വർദ്ധൻ ഉറുദ്വൻ വിർദ്വൻ ദൗറൻ വാലിദൻ, പിന്നെ ഖാവൂനൻ ത്വവീലൻ വാവു വി വൻ ഔ വാവ് വാവ്. വാവ് എങ്ങനെ പറയാ? ചുണ്ടുകൾ രണ്ടും ചേർത്ത് പിടിച്ച് കൂർപ്പിച്ചൊന്ന് പറഞ്ഞാട്ടെ, നടുവിൽ ചെറിയൊരു വിടവ് വരുത്തി നല്ലൊരു വാവു പറഞ്ഞാട്ടെ. ഇങ്ങനെ ചുണ്ടുകൾ രണ്ടും ചേർത്ത് പിടിച്ച് കൂർപ്പിച്ചൊന്ന് പറഞ്ഞാട്ടെ, നടുവിൽ ചെറിയൊരു വിടവ് വരുത്തി നല്ലൊരു വാവ് പറഞ്ഞാട്ടെ. അപ്പോൾ വാവ് പറയുമ്പോൾ ചുണ്ട് കൂപ്പിച്ചിട്ടാണ് പറയാം അല്ലേ? ചുണ്ട് രണ്ടും ചേർത്ത് പിടിച്ച് കൂർപ്പിച്ച് നടുവിലൊരു വിടവോടുകൂടി പറയാം. അല്ലാത്ത രൂപത്തിലും വാവ് വേണമെങ്കിൽ പറയാം നമുക്ക്. ഫാ പറഞ്ഞ പോലെ വാ പറയാൻ പറ്റൂലേ? വാ ഫ വാ, അങ്ങനെയല്ല അറബിയിൽ പറയേണ്ടതെന്നാണ് പറഞ്ഞത്. ഇനി വാവ് എഴുതാ. നക്തുബു ഇനി വായിക്കുക. അബുവാബൻ, നക്തുബ് എഴുതാൻ താഴെ നിന്ന് എഴുതാനാണ്. അബുവാബൻ ബുറൂദൻ ദൂഖു യൂഖിനൂൻ സൗമൻ. പിന്നെ ഖുർആൻ ഓതാ. ഇത് തുസ്ഇദൂന വലാ തൽബൂന അലാ അഹദ് അന്നമ അംവാലുക്കും വഔലാദുക്കും ഫിത്ന വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ. ഇനി ജവ്വാൽ, വാവിന് ശബ്ദം ഇട്ടിട്ട് കണ്ട. ഹവ്വല, ജവ്വാൽ എന്ന് വെച്ചാൽ എന്താ? മൊബൈൽ. ഹവ്വല ഉലുവൻ സുവിബ തവാബൻ ഹവ്വാഉ ഷവ്വാലൻ ഉളുവൻ ഉളുവൻ ഉളുവിൻ വാവു വി വൻ വൻ വിൻ വാവ്. വവാലിദിൻ ഔജസ ദൽവൻ ത്വബീലൻ തൽവു. ഇതൊക്കെ എഴുതാനാണ്. പിന്നെ ഖുർആനിൽ നിന്ന് വായിക്കുക. വയുഅല്ലിമുക്കും മാ ലം തകൂനു തഅലമൂൻ വഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു വഅലമു മാ തുബ്ദൂന മാ കുൻതും തക്തുമൂൻ. ഇനി തിന്നും നേരം പാട്ട് അല്ലേ? തിന്നും നേരം ബിസ്മില്ല, കുടിക്കും നേരം ബിസ്മില്ല, എടുക്കും നേരം ബിസ്മില്ല, കൊടുക്കും നേരം ബിസ്മില്ല, കിടക്കും നേരം ബിസ്മില്ല, നല്ലതിനൊക്കെ ബിസ്മില്ല. അപ്പോൾ ഈ പാട്ട് പഠിക്കണം. അപ്പോൾ അതിൽ ചില എന്താണ് അറബി മലയാള വാക്കുകൾ. തിന്നുക കണ്ട, കുടിക്കുക, എടുക്കുക, കൊടുക്കുക, കിടക്കുക, ഉറങ്ങുക, എഴുന്നേൽക്കുക, ഇരിക്കുക, ഓതുക, പാടുക, പഠിക്കുക, ചൊല്ലുക. ഡാ വന്നിട്ടില്ല. ഡാ 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 ഡി ഡു ഡേ ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങ വന്നേക്കണം. ഴാ വന്നു. നേ രാ വന്നു. രാ. പിന്നെ ഡാ നേരത്തെ ഉണ്ടല്ലോ. ഓന്ന് വന്നേക്കണം. ഓ പാ ഡു പാടുകൽ, പഠിക്കുക, ഡി ഡി ചൊല്ലുക. അപ്പോൾ ആ അക്ഷരങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യുക? പദ്യം കാണാതെ പഠിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കണമെന്ന്. പിന്നെ എന്ത് ചെയ്യുക? നസിലു വനഖ്റു നമുക്ക് ചേർത്തിട്ട് വായിക്കണം. തിന്നുമ്പോൾ ബിസ്മി ചൊല്ലണം, കുടിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം, കിടക്കുമ്പോൾ ബിസ്മി ചൊല്ലണം, ഓതുമ്പോൾ ബിസ്മി ചൊല്ലണം, ഉണരുമ്പോൾ ബിസ്മി ചൊല്ലണം, പഠിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം, എടുക്കുമ്പോൾ ബിസ്മി ചൊല്ലണം, കൊടുക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. ഇനി ഹിലാൽ എന്ത്? ചന്ദ്രക്കല. ഹാ പഠിക്കണം. ഹജ്മൻ ഹുദ്ഹുദൻ ഹിന്ദൻ മഹ്ദൻ മിൻഹു ഷിബുഹൻ കുറുഹൻ. പിന്നെ ഹാദിമൻ ഷുഹൂദൻ മുഹീനൻ ഹാ ഹു ഹി ഹൻ ഹൊൻ ഹിൻ മഹ് ഹാ 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 ഹാ. അപ്പോൾ ഹാഇൻ്റെ പാഠം. ഹാ എങ്ങനെ പറയാ? ഹാ ഏ നീയവിടെ, ഞാനിത് ഹൽക്കിനകത്തുണ്ട്, ഹൽക്കിനകത്ത് നീയവിടെ, ഹൽക്കിൻ താഴെ അറ്റത്ത്, ഒന്ന് പുറത്ത് വരാമോ നീ, ഞാനിത വന്നു ഹാ ഹാ ഹാ. ഹാ പറയുമ്പോൾ തൊണ്ടയുടെ താഴെ അറ്റത്തുനിന്ന്, അപ്പോൾ ഒരു കാറ്റോട് കൂടി അല്ലേ? ഹാ ഹാ ഹാ. ആ അല്ലെങ്കിൽ മറ്റ് കാറ്റില്ലാതെ പറഞ്ഞ് ആയായിപ്പോൾ അത് ഹാ. ഹംസ പറഞ്ഞില്ലേ? ആ പറയൂല, അബില ആ അവിടുന്ന് തന്നെ. പക്ഷേ ഇതിൽ ഹാ കാറ്റോട് കൂടിയാണ്. ഹാ ഹാ. ഇനി ഹായിന് തന്നെ 4 രൂപം ഉണ്ട്. 4 എത്ര രൂപ? ഹായിന് രൂപം 5 ഉണ്ട്. 5ഉം കാണാൻ രസമല്ലേ? 5 രൂപങ്ങളാണ്. ഇപ്പം നമ്മുടെ ഹാവ് ആദ്യം എഴുതിയ ഹാവ്, പിന്നെ നടുക്ക് വന്നിട്ടുണ്ടല്ലോ ഹാവ്, മഹ്ദൻ എന്നതിൽ ഹാവ് വന്ന്. ഇവിടെ അതെല്ലാം കൊടുത്തിട്ടില്ല.
ഈ രൂപത്തിലെല്ലാം ഇല്ല. ഇവിടെ ഇപ്പോൾ ഹജമിൽ വന്ന ഹാ ഉണ്ട്, പിന്നെ ഇവിടെ മഹദിൽ വേറെ രൂപത്തിൽ 2 രൂപ, രണ്ടാമത്തെ രൂപ. ഈ രണ്ടാമത് വരുമ്പോൾ വേറെ രൂപത്തിൽ തന്നെ, ഈ രൂപത്തിൽ തന്നെ എഴുതണം. ഇങ്ങനെ രൂപത്തിൽ എഴുതിയിട്ടുണ്ട്, അതല്ലാത്ത രൂപത്തിൽ എഴുതും. പിന്നെ അതേ അവസാനം ഷിബുഹനിൽ വന്ന ഹാവ് വന്നില്ലേ, പിന്നെ ഒറ്റക്ക് വന്നത് ഖുർഹൻ എന്നതിലൊക്കെ വന്ന ഒറ്റക്ക് വന്ന ഹാവ്. അപ്പോൾ അത് മനസ്സിലാക്കാം. നക്ര വായിക്കാം. ഇൻ ഹാദാൻ ഫലാ തഖ്ഹർ ഹുദം മിർ റബ്ബിഹിം അഹാഉലാ വമാ ഖൽഫഹും ളുഹൂരിഹിം അംഹിൽഹും വശാരിം വമശൂദ് അദാബം മുഹീൻ. ഹാ ഇത് ഉണ്ടാ ഒറ്റക്ക് എഴുതുമ്പോൾ ഹാ, ഒറ്റക്ക് വരുമ്പോൾ ഉള്ളത് ഒറ്റക്കനെ 2 രൂപത്തിൽ നടുക്ക് എഴുതിയേക്കണ്ട. പിന്നെ നടുക്ക് വരുമ്പോൾ മൂന്നാമത് എഴുതിയേക്കണം. നുസഹൻ ഹജ്മൻ മഹ്ദൻ കരി ഹരിമൻ അൻഹു മാ അഗ്ന. ഖുർആനിൽ നിന്ന് മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ് അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. സ്വലാത്തിഹിം എന്ന് പറഞ്ഞിട്ട് അൻ സ്വലാത്തിഹിം സാഹൂൻ ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ. അപ്പോൾ അതും വായിച്ചു. ഇനി മദ്റസ. ജന്നതൻ ഹിത്താത്തുൻ ഇഫ്ഫത്തിൻ ഹയാത്തൻ ഖുദ്റത്തുൻ റബുവത്തിൻ. ഇത് ഹാത്താ ആണ്. തശാബഹ മാലുഹു ഹുബ്ബിഹി ഇഖ്തദിഹ് ഹാഹു ഹി ഹൻ താത്തു തീത്വൻ ഹാ താ. അതായത് മദ്രസ എന്നതിൽ താ എന്ന ഹാത്ത എന്ന് പറയും. ആ താ നമ്മൾ വായിക്കാൻ നേരത്ത് നിർത്തുകയാണെങ്കിൽ ഹ ആയിട്ടാണ് വായിക്കുക. അതാണ്. ഇനി എഴുതണം. താ എഴുതണ രൂപം, അവസാനം എഴുതണ രൂപം. പിന്നെ മദ്രസ നക്രവ് വായിച്ചെഴുതാനാ. മദ്രസ മക്ക മദീന ഖിസ്സ ഖുബ്ബ. നക്രവ് മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് വായിക്കണം. വ ഉമ്മിഹി വ അബീഹി വ സാഹിബത്തിഹി വ ബനീഹി നാസിയത്തിൻ ഗാദിബത്തിൻ ഖാത്തിഅ. ഇനി യാസമീൻ. യാസമീൻ യാ പഠിക്കാം. യദ്വൻ യുസ്റൻ ഐസ ഖൈറൻ സിയാബൻ പുയൂറൻ യുഹ്യി ഷൈഉൻ അയ്യദ കുർസിയുൻ ശുയ്യിദ അയ്യാമൻ. യാ യു ഇ ഐ യാ അല്ലേ. യാ എങ്ങനെ പറയാ? നാവിൻ നടുവിനെ മേലെണ്ണാക്കിൽ ചേർത്ത് പറഞ്ഞ യാ ആയി. നാവിൻ്റെ നടുവിനെ മേലെണ്ണാക്കിലേക്ക് ചേർത്ത് പറയും. അതാണ് യാഇൻ്റെ മഖ്റജ്. ഇനി നഖ്ർ വായിക്കുക. യുവസ്വിസു അഅ്തൈനാക യൗമ യകൂനു യൗമ ഇദിൻ ഫൽയദ്ഉ ഫീ യൗമിൻ വഅകീദു കൈദ യുബ്ദിഉ വയുഈദ്. യാ കളർ കൊടുക്കാൻ. ഇനി കണ്ട ഫോട്ടോ കൊടുത്തരാം. മൊബൈല്, ചന്ദ്രക്കല, മദ്രസയുടെ ഫോട്ടോ, പിന്നെ എന്താണ് ഇതെന്ത് സാധനം? മുല്ലപ്പൂ. അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ ഇപ്പറയില്ല, അത് നിങ്ങൾ കണ്ടെത്തി എഴുതണം. പിന്നെ താഴെ വായിക്കണം. വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ ഫദാലികല്ലദീ യദ്ഉൽ യതീം. അവിടെ യാ ഒക്കെ നീട്ടാൻ കൊണ്ടുവന്ന രൂപങ്ങളൊക്കെയാണ്. പിന്നെ അള്ളാഹു എന്നുള്ളത് അലിഫ് പ്ലസ് ലാമെ പ്ലസ് ഹാ. അള്ളാഹു ഇപ്പോൾ ഈ രൂപം എങ്ങനെ എഴുതിയേക്കണം എന്നുള്ള രൂപത്തിലാണ് കൊടുത്തേക്കണം കേട്ടോ. 2 ലാമ് കൂടിയിട്ടാണ് ആ രൂപം വന്നേക്കണം. പിന്നെ ഹാവും അലിഫ് വന്ന് 2 ലാമും പിന്നെ ഹാവും. ഷാ അള്ളാഹു സിബഗത്ത് അള്ളാഹി ഖതമല്ലാഹു യുബയ്യിനുല്ലാഹു റുസുലുല്ലാഹി അബ്ദുല്ലാഹി ബിസ്മില്ലാഹി ബി ആയാത്തില്ലാഹി യഫ്തഹില്ലാഹു. അപ്പോൾ ഇവിടെ നമ്മൾ 3 രൂപത്തിൽ വായിച്ച്. ഷാ അള്ളാഹു, അള്ളാഹുക്കും ഫത്ത് വന്നപ്പോൾ സിബഗത്ത് അള്ളാഹി ഖതമല്ലാഹു, ഈ 3 അള്ളാഹുക്കും ഫത്ത വന്നേക്കണം. ഇനി യുബയ്യിനുല്ലാഹു യുബയ്യിനു ലൊമ്മിന് ശേഷം അള്ളാഹ് വന്നു. യുബയ്യിനുല്ലാഹ റുസുലുല്ലാഹി അബ്ദുല്ലാഹി. ഈ 2 രൂപത്തിന് അള്ളാഹ് എന്ന് തഫ്ഹീമായിട്ട് വായിക്കാം. ഇനി ബിസ്മില്ലാഹി അള്ളാഹി എന്നതിന് മുമ്പ് കെസ്ർ വന്നപ്പോൾ ബിസ്മില്ലാഹി തർക്കീക്കായിട്ട് വായിക്കും. ലാ എന്ന ശബ്ദം വന്നാണ്ട. ബി ആയാത്തില്ലാഹി യഫ്തഹില്ലാഹു. അപ്പോൾ അത് മനസ്സിലാക്കണം. വല്ലദീന ഹാജറു വജാഹദു ഫീ സബീലില്ലാഹി ഉലൈക യർജൂന റഹ്മത്തല്ലാഹി വല്ലാഹു ഗഫൂറുർ റഹീം. അപ്പോൾ ഇത് ബൈത്തിലൂടെ പറയുന്നുണ്ട്. കണ്ട ഫത്ഹക്ക് ശേഷം പറയാം അല്ലാഹ് ഖാലല്ലാഹു അറാദല്ലാഹ്
ലമ്മക്ക് ശേഷം പറയാം അല്ലാ, നൂറുല്ലാഹി കിതാബുല്ല. കെസ്റക്ക് ശേഷം പറയാം ലില്ല, ദീനില്ലാഹി സബീലില്ല. കണ്ട, ദീനില്ലാഹി, ദീനുല്ലാഹി എന്ന് പറഞ്ഞില്ല, കാരണം അള്ളാഹ് എന്നുള്ളത് കെസ്റാണ്, നൂന് കെസ്റല്ല അവിടെ. ഇനി അക്ര വായിക്കുക, ഖുർആൻ വായിക്കുക. വലൗ ശാ അല്ലാഹു ലദഹബ ബിസംഇഹിം വഅബ്സാരിഹിം ഫീ ഖുലൂബിഹിം മറദൻ ഫസാദഹുമുല്ലാഹു മറദ ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹ്. ഇനി യാ അല്ലാഹ് എന്ന പാട്ട്. അല്ലാ റബ്ബി യാ അല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അൻത റഹ്മാൻ യാ അല്ലാ, അൻത റഹീമൻ യാ അല്ലാ, അൻത അലീമൻ യാ അല്ലാ, അൻത കരീമൻ യാ അല്ലാ, അൻത ഹമീദൻ യാ അല്ലാ, അൻത മജീദൻ യാ അല്ലാ, അൻത ഗഫൂറൻ യാ അല്ലാ, അൻത ശകൂറൻ യാ അല്ലാ. അല്ലാ റബ്ബി യാ അല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. കണ്ട, അള്ളാഹിൻ്റെ പേരുകൾ റഹ്മാൻ, റഹീം, അലീം, കരീം, ഹമീദ്, മജീദ്, ഗഫൂർ, ഷക്കൂർ. ഈ ബൈത്തും പഠിക്കണം, അതും പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുക, ചോദിക്കും. അതവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഹിജായി അക്ഷരങ്ങളാണ്, അറബി അക്ഷരങ്ങൾ പഠിക്കുക. അൽ ഹുറൂഫുൽ ഹിജ: അലിഫ് ബാഉൻ താഉ സാഉ ജീമുൻ ഹാഉ ഖാഉ ദാലുൻ ദാലു റാഉ സായുൻ സീനു സീനു സ്വാദുൻ ളാദു ത്വാഉ ളാഉൻ ഐനു ഗൈനു ഫാഉൻ ഖാഫു കാഫു ലാമുൻ മീമു നൂനു വാവുൻ ഹാഉ ലാം അലിഫുൻ യാഉ. അടുത്ത പേജിൽ അക്ഷരങ്ങൾ: അലിഫ്, ബാ, താ, സാ, ജീമ്, ഹ, ഖാ, ദാല്, ദാല്, റാ, സായ്, സീൻ, ഷീൻ, സ്വാദ്, ളാദ്, ത്വാ, വാ, ഐൻ, ഗൈൻ, ഫാ, ഖാഫ്, കാഫ്, ലാം, മീം, നൂൻ, വാവ്, ഹാ, ലാം അലിഫ്, യാ. കണ്ട, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 അക്ഷരങ്ങൾ. ഈ ലാമലിഫ് ഉൾപ്പെടെ 29. അപ്പോൾ ഇതിൽ 29 അക്ഷരം എഴുതിയേക്കണം അല്ലേ. നൂന്, വാവ് എൻ്റെ പിന്നെ ഹാ എഴുതിയേക്കണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെക്കുക. പിന്നെ കമരിയ അക്ഷരങ്ങൾ. കമരിയ അക്ഷരങ്ങൾ 7 അക്ഷരങ്ങളുണ്ട്. അലിഫ്, ബാ, ജീമ്, ഹ, ഖാ, ഐന്, ഗൈന്, ഫാ, ഖാഫ്, കാഫ്, മീമ്, ഹാ, വാവ്, യാ. അപ്പോൾ അതിന് ഒരക്ഷരമാണ്. കമരിയ അക്ഷരം പറയുമ്പോൾ അമീനുൻ, അൽ അമീനു. കണ്ട, അൽ അമീനു. ബാ, ബർഖുൻ, അൽ ബർഖു. ജീമ്, ജിബാലുൻ, അൽ ജിബാലു. ഹംദുൻ, അൽ ഹംദു. ഖൈറുൻ, അൽ ഖൈറു. അസീസൻ, അൽ അസീസ്. ഗഫൂറൻ, അൽ ഗഫൂറു. ഫാ വെച്ച് ഫത്തുഹൻ, അൽ ഫത്തുഹു. ഖാഫ് ഖമറുൻ, അൽ ഖമറു. കാഫ് കിതാബുൻ, അൽ കിതാബ്. മീമ മുബീനുൻ, അൽ മുബീനു. ഹാ ഹുദ്ഹുദൻ, അൽ ഹുദ്ഹുദ്. വാവ് വസീലത്തൻ, അൽ വസീലത്ത. യാ യത്തീമൻ, അൽ യത്തീം. അതായത് ഈ അക്ഷരങ്ങളിലേക്ക് അലിഫ്ലാം ചേർന്ന അലിഫ്ലാം അവിടെ എന്ത് ചെയ്യും, അല്ല് പോലെ അല്ല അവിടെ കൂടിച്ചേരില്ല, ഇതിലേക്ക് കൂടിച്ചേരില്ല. നമ്മ അൽ അമീൻ എന്ന് പറഞ്ഞ അമീന് അൽ അമീൻ എന്ന് പറഞ്ഞില്ല, അല്ലാതെ അമീൻ എന്ന് പറഞ്ഞില്ലല്ലോ. ബർക്കിലേക്ക് അല്ല് ചേർത്തപ്പോൾ അൽ ബർക്ക് എന്ന് പറഞ്ഞു, അല്ല അബ്ബർക്കൂന്ന്. ലാം അതിലേക്ക് കൂടിച്ചേരില്ല, ലാം കൂടിച്ചേരാതെ നിൽക്കും ആ അക്ഷരങ്ങൾ. ഇനി ഇത് അർലൻ എന്നതും അതുപോലെ താഴെയുള്ള കല്ലിട്ട് എഴുതാനാണ്. വഹുവൽ അസീസുൽ ഹക്കീം വഹുവൽ ഗഫൂറുൽ വദൂദ് വൽ യൗമിൽ മൗഊദ് ദിൽ ജലാലി വൽ ഇക്റാം. അത് ഖുർആനിൽ നിന്ന് വായിക്കാം. ഇനി അടുത്തത് ഹുറൂഫ് ഷംസിയ അക്ഷരം: താ, സാ, ദാല്, ദാല്, റാ, സായി, സീന്, ഷീന്, സ്വാദ്, വാദ്, ത്വാ, വാ, ലാമ്, നൂന്. ഈ അക്ഷരങ്ങൾ, ഈ 14 അക്ഷരങ്ങൾ ഷംസിയാണ്. നേരത്തെ പറഞ്ഞ 14 അക്ഷരങ്ങൾ ഖമരിയുമാണ്. ഇപ്പം ഷംസിയ അക്ഷരത്തിൻ്റെ വ്യത്യാസം എന്താ? തവ്വാബൻ, അത്തവ്വാബു എന്ന് പറഞ്ഞു, അൽ തവ്വാബു എന്നല്ല പറഞ്ഞു. അതായത് ഈ അക്ഷരങ്ങളിലേക്ക് എന്ത് ചെയ്യും, അലിഫ്ലാം കൂടിച്ചേരും. സുലുസൻ, അസുലുസു. അൽ സുലുസു എന്നല്ലല്ലോ പറഞ്ഞത്. ദീനുൻ, അദ്ദീനു. ദിക്റുൻ, അത് ദിക്റു. റിജാലുൻ, അൽ റിജാലു. സബദൻ, അസ് സബദു. അല്ലാതെ അൽ സബദു അല്ല. സമാഉൻ, അസ് സമാഉ. അൽ സമാഉ അല്ല. ഷീന് ഷംസുൻ, അഷ് ഷംസു. അൽ ഷംസു അല്ല. സ്വാദു സമദൻ, അസ് സമദ്. വാദു ളാലൂൻ, അൽ ളാലൂൻ. ത്വാ തൂഫാനുൻ, അത്ത് തൂഫാൻ. ളാ ളാലിമൂന, അൽ ളാലിമൂൻ. ലാമ് ലത്തീഫുൻ, അൽ ലത്തീഫു. നൂന് നാസുൻ, അന്നാസ്. പിന്നെ ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തവ്വാബ്, റസൂൽ, ദിക്ർ അതുപോലുള്ളതൊക്കെ അലിഫ്ലാം ചേർത്ത് എഴുതാം. അതൊക്കെ എന്താണ്, ശംസിയ അക്ഷരം എഴുതുന്ന പോലെ എഴുതാം. ശംസിയ അക്ഷരങ്ങളാണല്ലോ, അപ്പോൾ അങ്ങനെ അലിഫ്ലാം കൂട്ടി എഴുതാം. വത്തീനി വസ്സൈതൂൻ വസ്സമാഇ വത്വാരിഖ് യഹ്ലത്ത ശിതാഇ വസ്സൈഫ് വന്നജ്മു സാഖിബ്. കണ്ടോ, ഇവിടെ എല്ലാം അതൊക്കെ എന്താണ്, ശംസിയ അക്ഷരങ്ങളാണ്. ഇനി ഫാത്തിഹ പഠിക്കണം. പിന്നെ എന്താ, അവസാനം ഒരു പാട്ടുണ്ടല്ലോ, ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം
വലദ്ദാല്ലീൻ. ഫാത്തിഹ നല്ലപോലെ പഠിക്കണം, കേട്ട് പഠിക്കണം. ഇനി 2ാം ക്ലാസ്സിൽ പഠിപ്പിക്കും. അപ്പോൾ ഒന്നിലാകുമ്പോൾ എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കിയിരിക്കുക. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, കേട്ട് കേട്ട് പഠിക്കാം. ഇനി മുത്തുനബി എന്ന പാട്ടാണ് അവസാനത്തെ പാഠം. മുത്തുനബി മക്കദിക്കിൽ അന്ന് വരുന്നു, അബ്ദുള്ള എന്നോരെ മകനായി പിറന്നു. ആമിന ബീവിൻ്റെ പൊന്ന് മോൻ വളർന്നു, അഹ്മദ് മുഹമ്മദ് എന്ന പേര് പരന്നു. അത്ഭുതങ്ങളേറെ കണ്ട് ലോകമുണർന്നു, അൽ അമീൻ എന്ന പേര് പാരിലുയർന്നു. 40 തികഞ്ഞു നബിയായി കഴിഞ്ഞു, 53 മദീനത്തു മണഞ്ഞു. 63 ആണ്ടുകാലം ശോഭ ചൊരിഞ്ഞു, അങ്ങ് മദീനത്തെ മണ്ണിലന്ന് മറഞ്ഞു. എന്നും മദീനത്തിരുന്ന് ഒക്കെ അറിഞ്ഞു, ഓർത്തു ഹുബ്ബ് കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു. ആ ബൈത്ത് എന്ത് ചെയ്യുക, പഠിക്കണം. 2, 4, 6 വരി. അതിൽ നിന്ന് ഇനിയിപ്പോൾ എന്ത് ചെയ്യുക, കായ്ക്ക ഗ ഘ ക ഖ ഗ ഘ. ക വെച്ച് കയറ്, ഘ വെച്ച് മുഖം, ഗ വെച്ച് ഗാനം, ഘ വെച്ച് മേഘം. കേട്ടോ. ഇനി പിറന്നു, പരന്നു, വളർന്നു, ഉണർന്നു, പടർന്നു. നമ്മൾ ബൈത്തി പറഞ്ഞ വാക്കുകളാണ്. ഇനി തികഞ്ഞു, അണഞ്ഞു, ചൊരിഞ്ഞു, മറഞ്ഞു, കഴിഞ്ഞു. ഞാൻ വന്നേക്കണുണ്ടോ. പിന്നെ പേര്, കേളി, ആണ്ട്, മണ്ണ്, ശോഭ. ഇതൊക്കെ നല്ലപോലെ പഠിക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഇത് വായിപ്പിക്കാൻ വരും. എങ്ങനെയായാലും അറബി മലയാളം പാഠങ്ങളിൽ നിന്ന് ഈ വാക്കുകളൊക്കെ വായിപ്പിക്കാൻ വരും. ഇനി ഉത്തരം കണ്ടെത്താനാണ്. മുത്ത് നബിയുടെ പേരെന്താ അല്ലേ, നമ്മൾ ബൈത്തി പറഞ്ഞില്ലേ, അഹ്മദ് മുഹമ്മദ് എന്ന പേര് പരന്നു. അപ്പോൾ മുഹമ്മദ് എന്ന് പറയാം, അഹമ്മദ് എന്നും പറയാം. പിന്നെ മുത്തുനബി ജനിച്ചത് എവിടെ, മക്ക ദിക്കിൽ. മുത്തുനബി മക്ക ദിക്കിൽ അന്ന് പിറന്നു. അപ്പോൾ മക്കയിലാണ് ജനിച്ചത്. അപ്പോൾ അതിന് വേണ്ടി പഠിച്ചേട്ടാ. മുത്തുനബിയുടെ പിതാവാർ അബ്ദുള്ള എന്നോരെ മകന. അപ്പോൾ അബ്ദുള്ള ആണ് പിതാവ്. മുത്തുനബിയുടെ മാതാവ് ആമിന ബീവിൻ്റെ പൊന്ന് മോന് വളർന്നത്, ആമിന ബീവിയാണ്. മുത്തുനബിയുടെ ഗോത്രം അതവിടെ പാട്ടി പറഞ്ഞില്ല, അത് ഖുറൈശാണ്. മുത്തുനബിയുടെ വംശം ഹാഷിമാണ്. അത് ബൈത്തിലില്ല, നേരത്തെ ബൈത്തിലുണ്ടായിരുന്നു, അത് പിന്നെ കുറച്ചതാണ്. 7 അവിടുന്ന് നബിയായത് എപ്പോഴാ, 40ാമത്തെ വയസ്സിൽ. 8 അവിടുന്ന് മദീനയിലേക്ക് എപ്പോഴാണ് പോയത്, 53ാമത്തെ വയസ്സിൽ. 9 അവിടുന്ന് വഫാത്തായത് എവിടെയാണ്, മദീനയിൽ. 10 അവിടുന്ന് വഫാത്തായത് എപ്പോഴാണ്, 63ാമത്തെ വയസ്സ്. അപ്പോൾ പാട്ടൊന്നുകൂടി പാടി എന്ത് ചെയ്യുക, നമുക്കത് കിട്ടും. മുത്തുനബി മക്ക ദിക്കിലന്ന് വരുന്നു, അബ്ദുള്ള എന്നോരെ മകനായി പിറന്നു. ആമിന ബീവിൻ്റെ പൊന്ന് മോന് വളർന്നു, അഹ്മദ് മുഹമ്മദ് എന്ന പേര് പരന്നു. അത്ഭുതങ്ങളേറെ കണ്ട് ലോകമുണർന്നു, അൽ അമീൻ എന്ന പേര് പാരിലുയർന്നു. 40 തികഞ്ഞു നബിയായി കഴിഞ്ഞു, 53 മദീനത്തു മണഞ്ഞു. 63 ആണ്ടുകാലം ശോഭ ചൊരിഞ്ഞു, അങ്ങ് മദീനത്തെ മണ്ണിലന്ന് മറഞ്ഞു. എന്നും മദീനത്തിരുന്ന് ഒക്കെ അറിഞ്ഞു, ഓർത്ത് ഹുബ്ബ് കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് കണ്ട പാഠം മൊത്തം കഴിഞ്ഞു. നമ്മൾ എത്ര പേജ് ഉണ്ടായി, 96 പേജ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആവശ്യക്കാർ ഉപയോഗപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.